കർത്താവേ രാത്രി രോഗങ്ങളെ സൗഖ്യമാക്കും. प्रभु आज की रात्रि बीमारों को चंगा करना. ഏത് രോഗമാണെങ്കിലും ഇന്ന് രാത്രി വിശ്വസിക്കുക. चाहे कोई भी बीमारी हो आज की रात्रि विश्वास करते हैं. അവിടുത്തെ അത്ഭുതകരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. और आपका अद्भुत हाथ आज की रात्रि चलित होगा. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. आज की रात्रि पवित्र आत्मा की सामर्थ्य यहाँ पर काम कर रही ഈ है. യോഗം തീരാനായി നോക്കിയിരിക്കരുത്. ഈ യോഗം തീരാനായിട്ട് നോക്കരുത്. और ये इस सभा की समाप्ति का इंतजार ना करें. ഈ പ്രാരംഭ സമയത്ത് തന്നെ और इस शुरुआती दौर पर ही കർത്താവിനോട് സംസാരിച്ചാട്ടെ. परमेश्वर से बातचीत करें. നിങ്ങളുടെ ശരീരത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ यदि आप अपने शरीर में बीमारी से जूझ നിങ്ങൾ रहे തന്നെ हैं, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. आप खुद ही प्रार्थना करना शुरू करें. ചെവി സംബന്ധിച്ച രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു. कान से संबंधित बीमारियों को यीशु मसीह चंगा कर रहा है. പഴുപ്പുകൾ എടുക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നു. और पीप जिसके कानों से भी निकल रहे हैं, കണ്ണിന്റെ അസ്വസ്ഥതകളെ യേശു സൗഖ്യമാക്കുന്നു. आंख की अस्वस्थता को यीशु मसीह चंगा कर रहा है. ശരീരത്തിൽ മുഴകൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. शरीर के गांठ अभी चंगे हो रहे हैं. എല്ലാവരും യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. सब यीशु मसीह से प्रार्थना करें. യേശുവേ എന്ന് വിളിച്ചാട്ടെ. बुलाएं यीशु. റബകതല റബകതല ऊंची आवाज में റബസിയാ തദല റബലബ നഗടകശ ശകതതല റബകൽപതരഗസ ലകസിയാതുന പ്രഭാഷിയാ തതരാസ. രോഗത്താൽ ഭാരപ്പെടുന്നവർ बीमारी के स्थानों पे हाथ रख के प्रार्थना करना കർത്താവിനെ शुरू करें. കാലിന്റെ മുട്ടുകൾ സൗഖ്യമാകുന്നത് കാണിക്കുന്നു. और प्रभु मुझे दिखा रहा है पैर के घुटने चंगे हो रहे शरीर हैं. हाथों को ऊंचा करके पकड़ ली. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു. हाथों को ऊंचा करके पकड़ ली. रब्दनय मधुरय समधनयावा. രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. प्रभु आज की रात्रि हम एक साथ आपके चेहरे की ओर निहारते അങ്ങയുടെ हैं. സാന്നിധ്യം ഇതിനകത്തുള്ളതിനായി നന്ദി. तेरी बड़ी हजूरी यहाँ पर है, इसलिए धन्यवाद. ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. अपनी प्रजा से आप बातचीत कीजिए. ഞങ്ങളെ അങ്ങ് തൊടണമേ. हमें छू लेना प्रभु. സൗഖ്യങ്ങളെ നൽകണമേ. चंगाइयों को देना ഈ परमेश्वर. ദേശത്തോട് മനസ്സലിയണമേ. और इस देश पर तरस खाना. വലിയൊരു ഉണർവിനെ ദൈവം അയക്കുന്നതിനായി बड़ी एक बेदारी को परमेश्वर भेजने जा रहा है, इसलिए യേശുവിൻ धन्यवाद. നാമത്തിൽ തന്നെ यीशु के नाम से രണ്ട് കരങ്ങളും അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാണ്. दोनों हाथों से ताली बजाकर प्रभु का धन्यवाद करें. ശക്തിയോടെ बड़ी सामर्थ के साथ. താങ്ക് യു ജീസസ്. धन्यवाद यीशु. ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. और ये 3 दिन हम आपके साथ रहेंगे. വലിയ കാര്യങ്ങളെ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളെ യേശു നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. और बड़े कामों को ना भूल सके ऐसी बातों को परमेश्वर हमारे जीवन में करने जा रहा है. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, മറക്കാൻ കഴിയാത്തത് യേശു ചെയ്യുന്നു. पास में बैठे व्यक्ति को हाथ पकड़कर कहीं ना भूल सकेंगे ऐसी बात यीशु करने जा रहा है. പുറകിലൊക്കെ ഇരിക്കുന്നവർക്ക് സൗണ്ട് ക്ലിയർ ആണോ? पीछे बैठे लोगों को क्या हमारी आवाज स्पष्ट सुनाई दे रही है? वाह. हाँ तो हाँ बोलें, नहीं तो ना मत बोलें. हाँ जरूर बोलें, जोर से बोले हालेलुया. മത്തായിയുടെ സുവിശേഷം मत्ती रचित सुसमाचार 12-ാം അധ്യായം 12 अध्याय 8-ാമത്തെ വാക്യം. उसका 8वां वचन. മത്തായിയുടെ സുവിശേഷം मत्ती रचित सुसमाचार 12-ാം അധ്യായം 12 अध्याय 8-ാമത്തെ വാക്യം. उसका 8वां वचन. ഒരു 1-2 ചിന്തകൾ ഷെയർ ചെയ്തിട്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി സമയമെടുക്കുക. 1-2 विचारों को बांटकर आज कुछ लोगों के लिए मैं प्रार्थना करने के लिए समय अलग करना चाहता हूँ. വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചെയ്യാൻ. बड़े आश्चर्य कर्मों को पवित्र आत्मा आज की रात्रि यहाँ पर कार्य करने जा रहा Are है. you ready जबलपुर? क्या तैयार है जबलपुर? Are you ready जबलपुर? क्या जबलपुर आप तैयार है? Hallelujah. हालेलुया. വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. और जो पढ़ा जा रहा है उसे हम ध्यान दें. मत्ती रचित सुसमाचार 12 अध्याय उसका 8वां वचन. മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. मनुष्य का पुत्र तो सब्त के दिन का भी प्रभु है. എല്ലാവരും പറഞ്ഞിട്ട്, മനുഷ്യപുത്രനോ सब एक साथ बोलें, मनुष्य का पुत्र तो ശബത്തിനും കർത്താവാകുന്നു. सब्त के दिन का भी प्रभु है. ഹല്ലേലൂയ. हालेलुया. ഈ രാത്രിയിൽ
പരിശുദ്ധാത്മാവ് യഥാർത്ഥ ശബത്തിനെ ഇവിടെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. आज की रात्रि परमेश्वर का पवित्र आत्मा वास्तविक सबत के दिन को यहाँ प्रकट करने जा रहा है. ആമേൻ. आमीन. യേശുവിനെ കുറിച്ച് यीशु के विषय में യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്. यीशु ने खुद कही एक बात है, ഐ ആം ദ ലോർഡ് ഓഫ് സാബത്ത്. मैं सबत के दिन का प्रभु हूँ. ആമേൻ. आमीन. ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? प्रभु इस शब्द का वाक्य का अर्थ क्या है? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാട്ടെ, पास में बैठे व्यक्ति से पूछिए, പ്രഭു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? प्रभु वाक्य का अर्थ क्या है? प्रभु वाक्य का अर्थ क्या है? എൻ്റെ കർത്താവേ എന്ന് നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്. हम सब दिन कहते हैं हे प्रभु, हे मेरे प्रभु, അങ്ങനെ പറയാറുണ്ടല്ലോ. ऐसा बोलते हैं ना? യെസ് ഓർ നോ? हाँ कि Yes. नहीं? പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വരുവാണ്, എൻ്റെ കർത്താവേ എന്ന് വിളിക്കാറുണ്ട്. जल्दी से यदि कोई समस्या आ जाए तो हम कहते हैं हे मेरे प्रभु. എന്താണ് കർത്താവ് എന്ന് പറഞ്ഞാൽ? और ये प्रभु का अर्थ क्या है? കർത്താവ് എന്ന് പറഞ്ഞാൽ प्रभु कहने का मतलब കർത്തൃത്വം നടത്തുന്നവൻ. जो प्रभुता करता है. आमेन. നിങ്ങളുടെ ജീവിതത്തിൽ आपके जीवन में അവൻ കർത്താവായി വന്നാൽ वो यदि प्रभु बनकर आ जाए സകലതിന്റെയും കർത്തൃത്വം അവൻ ഏറ്റെടുക്കും. तो सारी बातों की प्रभुता वो ले लेता है. आमेन. ഹല്ലേലൂയ. हालेलुया. കർത്താവ് എന്ന വാക്ക് ഇംഗ്ലീഷ് പദം ലോർഡ് എന്നാണ്. और प्रभु इस वाक्य का इंग्लिश में जो पद लिखा हुआ है वो है लॉर्ड. ലോർഡ് എന്നത് ഗ്രീക്ക് കുരിയോസ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. लॉर्ड जो है ग्रीक के कुरियोस उस पद से आया हुआ है. അതിന്റെ അർത്ഥം उसका अर्थ അധികാരമുള്ളവൻ, अधिकार जिसके पास है. നമ്മുടെ മേൽ ആധിപത്യം നടത്താൻ കഴിയുന്നവൻ. हम पर जो अधिकार को कर सकता है. നിങ്ങൾ आप യേശു എൻ്റെ കർത്താവാന്ന് പറയുമ്പോൾ यीशु मेरा प्रभु है जब कहते हैं നിങ്ങൾ പറയുന്നത് तो आप इस बात को कहते हैं എന്നെ നടത്താൻ അധികാരമുള്ളവൻ मुझे जो चलाने का अधिकार रखता है യേശുവാണ്. वो यीशु है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നമ്മൾ പറയുന്നത് इसलिए हम इस प्रकार से कहते हैं യേശു എൻ്റെ കുടുംബത്തിന്റെ കർത്താവാണ്. यीशु मेरे परिवार का प्रभु है. യേശു എൻ്റെ തലമുറയുടെ കർത്താവാണ്. यीशु मेरे बच्चों का प्रभु है. യേശു എൻ്റെ ഭാവിയുടെ കർത്താവാണ്. यीशु मेरे भविष्य का प्रभु है. യേശു എൻ്റെ സമ്പത്തിന്റെ കർത്താവാണ്. यीशु मेरी संपत्ति का प्रभु है. അത് നിങ്ങൾ പറയുമ്പോൾ जब आप इस बात को कहते हैं ആ നിമിഷം മുതൽ उसी घड़ी से നിങ്ങളെ തലമുറയിലും आपके बच्चों के जीवन में, നിങ്ങളുടെ സമ്പത്തിലും आपकी संपत्ति पे, നിങ്ങളുടെ ഭാവിയുടെ മേലും आपके भविष्य के ऊपर അവനാണ് കർത്താവെന്ന് തെളിയിക്കും. वही प्रभु है इस बात का प्रगटीकरण करता है. आमीन. യേശുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ यदि यीशु मसीह आपके जीवन का प्रभु है ശ്രദ്ധിച്ചു കേൾക്കുക. तो बड़े ध्यान से सुने. യേശുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ यदि यीशु मसीह आपका प्रभु है तो ഒരു സ്ഥലത്തു പോലും നിന്റെ തല കുനിയാൻ അവൻ അനുവദിക്കത്തില്ല. किसी भी स्थान पर आपके सिर को वो झुकने नहीं देगा. അടുത്തിരിക്കുന്നവരോടൊന്ന് ചോദിച്ചാട്ടെ, पास बैठे व्यक्ति से जरा पूछें, യേശു മാത്രമേ ഉള്ളോ കർത്താവ്? क्या यीशु मात्र आपका प्रभु है? पूछिए एक दूसरे से. Ask your neighbor. अपने पड़ोसी से पूछें, എന്താണ് യേശു മാത്രം കർത്താവായത്? सिर्फ यीशु मसीह ही क्यों आपका प्रभु बना? पूछिए. सिर्फ यीशु मसीह ही क्यों आपका प्रभु बना? ഭൂമിയിൽ വേറെ കർത്താക്കന്മാരാരുമില്ലേ? पृथ्वी पर और कोई प्रभु नहीं है क्या? पृथ्वी पर और कोई प्रभु नहीं है क्या? Ask your neighbor. अपने पड़ोसी से पूछें. पृथ्वी पर और कोई प्रभु नहीं है क्या? എന്താണ് അവരുടെ ഉത്തരം? उनका जवाब क्या है? നോ. नहीं. മൈ ക്വസ്റ്റ്യൻ, मेरा सवाल, ഒരാൾ കർത്താവാകണമെങ്കിൽ എന്താണ് യോഗ്യത? एक व्यक्ति यदि प्रभु बनना है तो उसकी योग्यता क्या है? Tell me the answer. मुझको जवाब दीजिए. What is the qualification of Lord? और प्रभु बनने की योग्यता क्या है? ജബൽപൂരുകാർ മിണ്ടത്തില്ല. जबलपुर वाले कुछ नहीं बोलते क्या?
വക്കീലാകണമെങ്കിൽ എന്താണ് യോഗ്യത? वकील बनने के लिए क्या योग्यता होती है? LLB करना 10ാം ക്ലാസ് പഠിക്കണം. 10वीं की कक्षा पास करना है? നോ, नहीं, LLB പാസ്സാകണം. LLB पास होना है. മെഡിക്കൽ ഡോക്ടർ ആകണമെങ്കിൽ എന്താണ് യോഗ്യത? मेडिकल डॉक्टर बनने के लिए क्या योग्यता है? MBBS പാസ്സാകണം. MBBS पास होना है. സൂപ്പർ. बहुत सुंदर. ഒരാള് MB ആകണമെങ്കിൽ എന്താ ചെയ്യണം? और एक व्यक्ति यदि MP बनना है तो क्या മെമ്പർ ഓഫ് करना है? പാർലമെന്റ് മധ്യപ്രദേശ് അല്ല. मेंबर ऑफ पार्लियामेंट मध्य प्रदेश नहीं. മെമ്പർ ഓഫ് പാർലമെന്റ് ആകണമെങ്കിൽ എന്താ ചെയ്യണം? यदि मेंबर ऑफ पार्लियामेंट बनना है तो क्या करना पड़ेगा? അദ്ദേഹം ഇലക്ഷനിൽ ജയിക്കണം. वो चुनाव में उसे जीतना होगा. യെസ് ഓർ നോ? हाँ कि नहीं? അങ്ങനാണെങ്കിൽ ഒരാള് ലോർഡ് ആകണമെങ്കിൽ എന്താണ് യോഗ്യത? यदि ऐसा है तो एक व्यक्ति प्रभु बनने की क्या योग्यता होनी चाहिए? നോ ആൻസർ. कोई जवाब नहीं. ഇത്രയും നാളും നിങ്ങൾ യേശുവിനെ ലോർഡ് എന്നല്ലേ വിളിച്ചേ? इतने समय तक आपने यीशु को प्रभु करके पुकारा है कि नहीं? യെസ് ഓർ നോ? हाँ कि नहीं? അപ്പൊ എന്തോ അറിഞ്ഞിട്ടാ യേശു ലോർഡാന്ന് പറയുന്നത്? तो फिर क्या जानकर आपने कहा कि यीशु प्रभु है? ആസ്ക് യുവർ നെയ്ബർ. अपने पड़ोसी से पूछिए, റിയലി നീ യേശുവിനെ കർത്താവായി വിളിക്കുന്നുണ്ടോ? क्या आप यीशु मसीह को वास्तविक तौर पर प्रभु कह के बुलाते हैं? क्या आप यीशु मसीह को എങ്ങനെയാണ് യേശു കർത്താവായത്? और ये यीशु मसीह कैसे आपका प्रभु बना? ലോകത്തിൽ വേറെ കർത്താവില്ലേ? क्या संसार में दूसरे प्रभु नहीं हैं? എന്താണ് യേശുവിന് മാത്രം കർത്താവാകാനുള്ള യോഗ്യത? क्यों ही सिर्फ यीशु मसीह को ही प्रभु बनने की योग्यता है? ടെൽ മീ. मुझसे बताएं. കറക്റ്റ് ആൻസർ ആ ചോദിക്കാൻ എന്തോ അത്? सही जवाब है, बताइए. क्या अच्छी ऊंची आवाज में बोलिए, क्या जवाब है? उसने हमारे लिए जान दी. അദ്ദേഹം നമുക്ക് വേണ്ടി ജീവൻ നൽകി. സൂപ്പർ. बहुत सुपर. എനി അതർ ആൻസർ? और कोई जवाब? പാഡൻ? യാ സൂപ്പർ. आप बोई. അത് നീതിമാനാ. വാവ് സൂപ്പർ. वो धर्मी है. ജബൽപൂർ സൂപ്പർ. और जबलपुर सुपर. बजाएं ताली. ഒരാളെ ലോർഡ് എന്ന് വിളിക്കണമെങ്കിൽ एक व्यक्ति को यदि प्रभु कह के बुलाना है, ലോകത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. संसार के लोगों के पास कई अभिप्राय हैं, എന്നാൽ നമ്മുടെ കയ്യിലുള്ള ബൈബിളിൽ ഒരു വാക്യം കിടപ്പുണ്ട്. लेकिन हमारे पास जो बाइबल है उसमें एक वचन लिखा हुआ है. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ उस वचन के आधार पर ഹു ഈസ് ദ ലോർഡ്? कौन प्रभु होना है? ഹല്ലേലൂയ. हालेलुया. Please read Romans chapter number 14 verse number 9. और मेरे साथ निकाले रोमियो की पत्री 14 अध्याय उसका 9वां वचन. റോമാലേഖനം 14 അധ്യായം 9 വാക്യം. रोमियो की पत्री 14 का 9. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത്? क्यों हम यीशु मसीह को प्रभु कह के पुकारते हैं? പ്ലീസ് റീഡ് ഇറ്റ്. रोमियो 14 उसका 9. क्योंकि मसीह इसीलिए मरा और जी भी उठा कि वह मरे हुओं और जीवितों दोनों का प्रभु हो. क्योंकि मसीह इसलिए मरा और जी भी उठा कि वह मरे हुओं और जीवितों दोनों का प्रभु हो. അപ്പോൾ ഒരാള് ലോർഡ് ആകണമെങ്കിൽ तो यदि एक व्यक्ति प्रभु बनना है, tell to your neighbor. अपने पड़ोसी से कहें. tell to your neighbor. very easy. बहुत ही सरल है. ലോർഡ് ആകാൻ very easy. और बोलिए अपने पड़ोसी से, प्रभु बनना बहुत सरल है. सरल है. മരിക്കണം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം. मरना है, उसके बाद मरने के बाद जी उठना है. मरना है उसके बाद जी उठना है. അങ്ങനെ ഉയർത്തെഴുന്നേറ്റാൽ और इस प्रकार यदि वो जी उठे we can call him as a Lord. तो हम उसे प्रभु कह सकते हैं. My question. मेरा सवाल, ലോകത്തിൽ संसार में ഇന്നുവരെ आज तक മരിക്കുകയും मरने के बाद മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത मरे हुओं में से जो जी उठा है, ആരെങ്കിലും ഉണ്ടോ? कोई है क्या? नहीं नहीं. ആരുമില്ല. कोई नहीं है. कोई नहीं. ആരുമില്ല. ഒരേ ഒരാൾ. एक
ही व्यक्ति, Everybody say ഒരേ ഒരാൾ. सब कहें एक ही व्यक्ति. ജബൽപൂർ അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞേ. जबलपुर उसका नाम बताए. यीशु मसीह. Can I tell his name? मैं बोलूं उसका नाम J-E-S-U. Yes. जीसस. हालेलुया. हालेलुया. Hallelujah. हालेलुया. എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ അവനെ പ്രസംഗിക്കുന്നത്? क्यों इस छोटी उम्र में हम यीशु का प्रचार करते അവൻ हैं? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. क्योंकि वो मरे हुए में से जी उठा है. മരണത്തെ ജയിച്ചവനെ മാത്രമേ ലോർഡ് എന്ന് വിളിക്കാൻ പറ്റൂ. जो मृत्यु पर जयवंत हुआ है सिर्फ उसी को हम प्रभु कह सकते हैं. ഒരാളെ മരണത്തെ ജയിച്ചെഴുന്നേറ്റിട്ടുള്ളൂ. और एक ही जन मृत्यु में से जी उठा അവന്റെ है. പേര് യേശു എന്നാണ്. उसका नाम यीशु मसीह है. ഇന്ന് രാത്രിയിലും आज की रात्रि भी ആ യേശു वो यीशु നിന്റെ കുടുംബത്തിൽ, आपके परिवार में, നിന്റെ തലമുറയുടെ മേൽ, आपके बच्चों के जीवन നിന്റെ में, സമ്പത്തിന്റെ മേൽ आपकी संपत्ति के ऊपर അവൻ പ്രഭുവായി ഇറങ്ങാൻ പോകും. वो प्रभु बनकर उतर रहा है. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. पास में बैठे व्यक्ति को हाथ पकड़कर कहें, അതുകൊണ്ടാണ് इसलिए है, അതുകൊണ്ടാണ് इसलिए है ഞാൻ യേശുവിനെ मैं यीशु को, मैंने यीशु को बोलिए आगे, കർത്താവ് എന്ന് വിളിക്കുന്നത്. प्रभु करके बुलाता हूँ. प्रभु करके बुलाता हूँ. once again. फिर से एक बार दोहराएं. इसलिए मैं यीशु को यीशु को प्रभु करके प्रभु करके बुलाता हूँ. बुलाता हूँ. എന്തുകൊണ്ട്? क्यों? tell me. मुझसे बताएं. क्योंकि वो मर के जिंदा हो गया. क्योंकि वह मरे हुए में से जिंदा हो गया. जिंदा हो गया. അവൻ മരിക്കുകയും वो मारा गया മരണത്തെ ജയിച്ച और ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. मृत्यु पे जयवंत होकर जी उठा है. ഈ രാത്രിയിലും आज की रात्रि भी രണ്ട് കൈയും ഉയർത്തി दोनों हाथ ऊंचा करके, യേശുവേ यीशु നീ എന്റെ കർത്താവ് എന്ന് വിളിച്ച तू मेरा प्रभु है यदि हम पुकारते നിന്റെ हैं. ഭവനത്തിൽ आपके परिवार में യേശു ഇന്ന് രാത്രിയിലും ഇറങ്ങി വരാൻ പോകുകയാണ്. यीशु आज की रात्रि भी उतर आने वाला है. വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. बोलिए यीशु. പഴയ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, पुराना एक इंग्लिश गीत है. അതറിയാവുന്നവർ ചേർന്ന് പാടണം. वो जो जानते हैं वो उसे एक साथ मिलकर गाएं. He is Lord, He is Lord, He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. प्रभु है, प्रभु है, मुर्दों में से जे उठावो प्रभु है. हर एक घुटना टेकेगा, हर एक जीभ मारेगी कि यीशु प्रभु है. Again, once again. एक बार और, प्रभु है, प्रभु है, मृतकों में से जे उठावो प्रभु है. हर एक घुटना टेकेगा, हर एक जीभ मानेगी कि यीशु प्रभु है. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. पास में बैठे व्यक्ति को हाथ पकड़कर कहें, ഇനി ആരെങ്കിലും ചോദിച്ചാൽ अब यदि कोई पूछे ധൈര്യത്തോടെ ഉത്തരം പറയണം. तो बड़े ही हियाव के साथ जवाब देना. बड़े ही आपके साथ जवाब देना. ഹല്ലേലൂയ. हालेलुया. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും पुराने नियम में और नए नियम में 1000 പ്രാവശ്യം, हजारों बार, 1000-ലധികം പ്രാവശ്യം हजारों से ज्यादा बार യേശു കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ട്. यीशु प्रभु है इस प्रकार बुलाया गया है. ദൈവത്തെ പ്രഭു എന്ന് വിളിച്ചിട്ടുണ്ട്. परमेश्वर को प्रभु करके बुलाया गया है. ഓരോ പ്രാവശ്യവും പ്രഭു എന്ന് വിളിക്കുന്നിടത്ത്, एक एक बार जब प्रभु बुलाया जाता है, ഓരോ പ്രാവശ്യവും പ്രഭു എന്ന് പറയുന്നിടത്ത്
നടക്കുന്നിടത്ത് एक एक बार जहां प्रभु कहा जाता है അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. वहां आश्चर्य कर्म हुए हैं. ഹല്ലേലൂയ. हालेलुया. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. एक साधारण सा उदाहरण कहूंगा. ഇസ്രായേൽ മക്കൾ इजरायली बच्चे ചെങ്കടലിന്റെ നടുവിന്റെ അടുക്കൽ വന്നു. लाल समंदर के पास पहुंच गए. അവർ വളരെ ഭാരപ്പെട്ടു. वो बहुत दुखित हुए. അവിടെ അവരുടെ ദൈവം वहां പറയുകയാണ്, उनसे परमेश्वर कह रहा है, പ്രഭു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. प्रभु तुम्हारे लिए युद्ध लड़ेगा. Amen. പ്രഭു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. प्रभु तुम्हारे लिए युद्ध करेगा. പുറകിൽ വരുന്നത് और पीछे जो आ रही വലിയൊരു സൈന്യമാണ്. बड़ी एक सेना है. അവരുടെ കയ്യിൽ വാളുണ്ട്, उनके हाथों में तलवार അവരുടെ है. കയ്യിൽ കുന്തമുണ്ട്, उनके हाथों में भाले അവരുടെ കയ്യിൽ हैं. കുതിരകളുണ്ട്. उनके हाथों में घोड़े हैं. എന്നാൽ लेकिन യഹോവ യുദ്ധം ചെയ്തപ്പോൾ यहोवा ने जब युद्ध किया അവർ ചിതറിപ്പോയി. वो बिखर गए. അവരുടെ മുമ്പിൽ उनके सामने ചെങ്കടൽ രണ്ടായി लाल വളർന്നു. समंदर दो भागों में बट गया. ഇസ്രായേൽ മക്കൾ അത്ഭുതം കണ്ടു. इजरायलियों ने आश्चर्य कर्मों को देखा. ഇന്ന് രാത്രിയിലും आज की रात्रि भी യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ यहोवा आपके लिए युद्ध करने जा रहा യഹോവ है. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. यहोवा आपके लिए युद्ध करने जा रहा है. പ്രഭു എന്നതിന് प्रभु जो है ഇംഗ്ലീഷിൽ इंग्लिश में യഹോവ जहोवा എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. और ऐसा ट्रांसलेट अनुवाद हुआ മലയാളത്തിലും है. യഹോവ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. मलयालम में भी यहोवा ही उसका अनुवाद है. എവിടെ യഹോവ എന്ന് വെളിപ്പെടുന്നു जहां भी यहोवा प्रकट होता है അവിടെ അത്ഭുതങ്ങൾ നടക്കും. वहां आश्चर्य कर्म होते हैं. ഇന്ന് രാത്രിയിൽ ഈ ഹോളിനകത്തിരുന്ന് നീ കൈയടിക്കുമ്പോൾ आज की रात्रि आप यहाँ इस हॉल में ताली बजा रहे നിന്റെ हैं. വീടിന് വേണ്ടി അവൻ അത്ഭുതത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങുകയാണ്. आपके घर में वो आपके लिए आश्चर्य कर्म करके युद्ध करने के लिए तैयार है. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുകയാണ്. आपके बच्चों के लिए वो युद्ध कर रहा है. നിന്റെ സമ്പത്തിനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. आपकी संपत्ति के लिए वो युद्ध कर रहा है. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. आपकी सेवा के लिए वो युद्ध कर रहा है. Come on, കരങ്ങൾ അടിച്ച് യേശുവിനെ നന്ദി. ताली बजाकर यीशु को महिमा दे. हालेलुया. उडाबाना रैढा प्रबडे बाउठे अमथना निगल खबनिया. He is the only one Lord. और वो एक ही प्रभु है. Hallelujah. हालेलुया. ബൈബിളിൽ बाइबल में ഈ കർത്താവിനെ കുറിച്ച് इस प्रभु के विषय में പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങളിൽ ഒന്നാണ് ഇന്ന് രാത്രിയിൽ വായിച്ചത്. बोले हुए एक दो बातों में से एक बात को हमने आज पढ़ा है. യഹോവ കർത്താവ്, ശബത്തിന് യേശു കർത്താവാകുന്നു. और शब्द के दिन का भी यीशु प्रभु है. ശബത്തിനും അവൻ കർത്താവാകുന്നു. और शब्द के दिन का वो प्रभु है. ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? और ये शब्द कहने का मतलब क्या है? വിശ്രമം, विश्राम, സ്വസ്ഥത, शांति, സ്വസ്ഥത. शांति. ഹല്ലേലൂയ. हालेलुया. ആമേൻ. आमेन. കർത്താവ് ആഗ്രഹിക്കുന്നത് प्रभु जो चाहता है നമ്മുടെ ജീവിതത്തിൽ हमारे जीवन में സ്വസ്ഥത വെളിപ്പെടണമെന്ന്. शांति प्रकट हो जाए. നിങ്ങൾ സ്വസ്ഥതയുള്ളവരാകണം. आप शांति वाले बन जाए. സ്വസ്ഥത വെളിപ്പെട്ടാൽ जब आपके जीवन में शांति प्रकट होगी അത്ഭുതം തന്നെ നടക്കും. तब आश्चर्य कर्म ही होगा. Amen. ഹല്ലേലൂയ. हालेलुया. സ്വസ്ഥത എവിടെ വെളിപ്പെടുമോ जहां भी शांति प्रकट हुई അവിടെ അത്ഭുതങ്ങൾ നടക്കും. वहां आश्चर्य कर्म होगा. ഇന്ന് ഈ ഹോളിനകത്തിരിക്കുന്ന സകലരുടെ മേലും, आज यहाँ हॉल में बैठे हर एक जनों के ऊपर, സകലരുടെ മേലും सभी के ऊपर അവിടുത്തെ സ്വസ്ഥത വെളിപ്പെടാൻ പോകും. परमेश्वर की शांति प्रकट होने जा रही है. Amen. Amen. ഒരു പക്ഷേ ഭാവിയെ പറ്റിയോ, हो सकता है भविष्य के विषय में സാമ്പത്തിക വിഷയത്തെ പറ്റിയോ, और पैसों के विषय में, പല പ്രശ്നങ്ങളെ കുറിച്ചോ कई समस्याओं के विषय में അസ്വസ്ഥരായിട്ടായിരിക്കാം നിങ്ങൾ വന്നത്. अस्वस्थ बनकर आप आए होंगे. എന്നാൽ लेकिन ഇന്ന് आज അവിടുത്തെ സ്വസ്ഥത നിന്റെ മേൽ വെളിപ്പെടാൻ प्रभु പോകും. की शांति आपके जीवन में प्रकट होने जा रही है. എബ്രായ ലേഖനകർത്താവ് इब्रानियों की पत्री में प्रभु 4-ാം അധ്യായം उसके चौथे अध्याय में 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. उसके पहले वचन में कहता है, എബ്രായ ലേഖനം इब्रानियों की पत्री 4-ാം അധ്യായം उसका चौथा अध्याय 1-ാം വാക്യം. उसका पहला वचन, इसलिए जबकि उसके विश्राम में प्रवेश करने की प्रतिज्ञा अब तक है तो हमें डरना चाहिए, ऐसा ना हो कि तुम में से कोई जन उससे वंचित रह जाए. നെക്സ്റ്റ് പാസ്റ്റർ.
और वहां दूसरे वचन में ऐसा लिखा है, क्योंकि हमें उन्हीं की तरह सुसमाचार सुनाया गया है, पर सुने हुए वचन से उन्हें कुछ लाभ ना हुआ, क्योंकि सुनने वालों के मन में विश्वास के साथ नहीं बैठा। Number 3. परंतु तीसरे वचन में ऐसा लिखा है, परंतु हम जिन्होंने विश्वास किया है उस विश्राम में प्रवेश करते हैं, जैसा उसने कहा, मैंने अपने क्रोध में शपथ खाई कि वे मेरे विश्राम में प्रवेश करने ना पाएंगे। यद्यपि जगत की उत्पत्ति के समय से उनके काम पूरे हो चुके थे। മതി. സ്വസ്ഥതയിൽ പ്രവേശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. और प्रभु चाहता है कि हम विश्राम में प्रवेश करें। അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് നീ സ്വസ്ഥതയിൽ നിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. और पास में बैठे व्यक्ति से कहें कि परमेश्वर चाहता है तू विश्राम में प्रवेश करे। परमेश्वर चाहता है कि तू विश्राम में प्रवेश करे। സ്വസ്ഥതയുണ്ടോ? क्या आपको विश्राम है? Yes or no? हाँ कि नहीं? Yes. Really? है। Wow. वाओ। എന്താണ് സ്വസ്ഥത? എന്താണ് സ്വസ്ഥത? क्या है ये विश्राम? ബൈബിൾ പറയുന്നു, बाइबल बताती है യേശു ശബത്തിനും കർത്താവാകുന്നു. यीशु मसीह सबत के दिन का भी प्रभु है। ആ വാക്യത്തിന്റെ അർത്ഥം और उस वचन का अर्थ, ഞാൻ ആണ് സ്വസ്ഥത. യേശു പറയുകയാണ്. यीशु मसीह कहता है मैं ही विश्राम हूँ। आमेन। നടക്കേണ്ട കാര്യം നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കുമ്പോഴുണ്ടാകുന്ന ഫീലിംഗ് ആണ് സ്വസ്ഥത. जो भी बातें जिस समय में होनी है उस समय में होने के लिए जो भी हमें महसूस होता है, उसी महसूस को हम कहते हैं विश्राम। ആമേൻ. आमीन। ഇപ്പം ഒരു പരീക്ഷയെ പറ്റി ഒരു കുഞ്ഞ് ഭയപ്പെടുകയാണ്. एक परीक्षा के विषय में एक बच्चा बहुत भयभीत है। രാത്രിയിലും പഠിക്കുന്നു, रात പകൽ को भी പഠിക്കുന്നു, रात को भी पढ़ता है, सुबह भी पढ़ता है, യാത്ര ചെയ്യുമ്പോൾ പഠിക്കുന്നു. यात्रा करते समय पढ़ता है। പരീക്ഷയെല്ലാം കഴിയുമ്പോൾ परीक्षा जब हो जाती है ഒരാശ്വാസമായി एक बड़ा आश्वासन मिलता है। परीक्षा നടക്കേണ്ടതുപോലെ നടന്നു. और जैसा होना था वैसा हो गया। ചില മാതാപിതാക്കൾക്ക് कुछ माता पिता को അവരുടെ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തെ ഓർത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്. उनके बच्चों की लड़कियों की शादी होने के लिए बहुत बेचैनी है। അയ്യോ, എപ്പോഴാണ് എന്റെ കൊച്ചിന്റെ കല്യാണം अरे നടക്കുന്നത്? मेरी बेटी का शादी कब होगा? ആരായിരിക്കും എന്റെ കൊച്ചിനെ കെട്ടുന്നത്? कौन मेरी बेटी को शादी करके ले जाएगा? എല്ലാവരോടും പറയാറുണ്ട്, सबसे वो कहते हैं പ്രാർത്ഥിക്കണം, प्रार्थना करना, നല്ല പിള്ളാരുണ്ടെ പറയണം. अच्छा लड़का होगा तो बताना। ചുരുക്കി പറഞ്ഞ और यदि कम शब्दों में कहें കല്യാണമൊക്കെ കഴിഞ്ഞ് तो शादी हो जाने के बाद പിറ്റേ ദിവസം दूसरे दिन നിങ്ങളുടെ മോളുടെ കയ്യെ പിടിച്ചോണ്ട് ചെറുക്കൻ പോകുന്നത് കാണുമ്പോൾ और आपके बेटी के हाथ को पकड़कर लड़का जाते हुए जब आप देखते ആ हैं അമ്മയുടെ അകത്ത് तो उस मां के अंदर സ്വസ്ഥത വെളിപ്പെടും. एक विश्राम प्रकट होता है। ഹല്ലേലൂയ. हालेलुया। നടക്കേണ്ട കാര്യങ്ങൾ जो बातें होनी थी നടക്കേണ്ടതുപോലെ जैसे होना था നടന്നു കഴിയുമ്പോൾ वो जब हो गया നമുക്കുണ്ടാകുന്നതാണ് സ്വസ്ഥത. तो हमें जो मिलता है वो है विश्राम। എന്നാൽ നിർഭാഗ്യവശാൽ लेकिन दुर्भाग्यवश ഞങ്ങളുടെ കേരളത്തിൽ हमारे केरल में हमारे केरल में ആളുകൾ മരിച്ചു കഴിയുമ്പോൾ लोग जब मर जाते हैं അവരുടെ ശവമഞ്ചത്തിൽ എഴുതി വെക്കും RIP. और उनके उस कब्र की पेटी पर लिखा जाता है RIP। എന്താണ് ആ വാക്കിന്റെ उस അർത്ഥം? वाक्य के अर्थ क्या है? അതിന്റെ അർത്ഥം उस वाक्य का अर्थ है റെസ്റ്റ് ഇൻ പീസ്. रेस्ट इन पीस। ജബൽപൂരിൽ കണ്ടിട്ടുണ്ടോ അത്? जबलपुर में आपने इस बात को देखा है? Yes. Yes. കാരണം ലോകം ചിന്തിക്കുന്നത് कारण संसार सोचता है മരിച്ചു കഴിഞ്ഞാലേ സ്വസ്ഥതയുള്ളെന്നാണ്. मरने के बाद ही विश्राम मिलेगा। എന്നാൽ लेकिन ഇന്ന് രാത്രിയിൽ आज की रात्रि നമ്മൾ വിശ്വസിക്കുന്നു हम विश्वास करते हैं മരിച്ചു കഴിയുമ്പോഴല്ല സ്വസ്ഥത. मरने के बाद विश्राम नहीं है। യേശു എന്റെ കർത്താവായത് यीशु मेरा प्रभु हुआ है। ഇന്ന് आज ഇപ്പോൾ अभी ഞാൻ ആ സ്വസ്ഥത അനുഭവിക്കുന്നു. मैं उस विश्राम को अनुभव करता हूँ। Amen. അതിന്റെ അർത്ഥം उसका अर्थ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായെന്നാണോ? आपके पूरे काम ठीक हो गए ऐसा है क्या? നിങ്ങൾക്ക് ഒരു പ്രശ്നം
ഇല്ലെന്നാണ്. आपको कोई समस्या नहीं है, ऐसा അല്ലേ? है क्या? അല്ലേ? അല്ല. नहीं नहीं, പല പ്രശ്നങ്ങളുണ്ട്, कई समस्या है, പല ചിന്തകളുണ്ട്. कई विचार है, പക്ഷേ लेकिन ഞങ്ങൾക്കറിയാം, हमें मालूम है നടത്തുന്ന ഒരാൾ കൂടെയുണ്ട്. चलाने वाला एक व्यक्ति साथ में है। അവൻ നടത്തും, वो चलाएगा, അവൻ സഹായിക്കും, वो सहायता करेगा, അവൻ കൂടെയുണ്ട്. वो साथ में है। അവനിലുള്ള വിശ്വാസമാണ് വിശ്രാമം. और वही विश्वास जो है उसे कहते हैं विश्वास। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാണ് इसलिए യെശയ്യാ പ്രവചനം यशायाह नबी की किताब 30-ാം അധ്യായം और 30 अध्याय 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, उसका 15 वचन में कहता है, യെശയ്യാ പ്രവചനം यशायाह नबी की किताब 30-ാം അധ്യായം उसका 30 अध्याय 15-ാമത്തെ വാക്യം, उसका 15 वचन वहां पर ऐसा कहता है, प्रभु यहोवा इज़राइल का पवित्र यो कहता है, लौट आने और शांत रहने में तुम्हारा उद्धार है, शांत रहने और भरोसा रखने में तुम्हारी वीरता है, परंतु तुमने ऐसा नहीं किया। മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, मलयालम में ऐसा कहता है, ആശ്രയിക്കുന്നതാണ് ബലം. और भरोसा रखना ही तुम्हारा बल है। ട്രസ്റ്റ് ഇൻ ഗോഡ്, ആശ്രയിക്കുക. परमेश्वर पर भरोसा रखना, ആമേൻ. आमीन, അവനിൽ ആശ്രയിക്കുക. और उस पर भरोसा रखना। എവരിബഡി സേ അവനിൽ ആശ്രയിക്കുക. सब एक साथ बोले, परमेश्वर पर भरोसा रखना। परमेश्वर पर भरोसा रखना। അവനിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ और उस पर भरोसा रखने का अर्थ, അവനെല്ലാം ഭംഗിയായി ചെയ്തുകൊള്ളും. वो सारी बातों को बहुत ही अच्छी तरीके से पूरा करेगा। ഒരു ഉദാഹരണം പറയാം. एक उदाहरण बताऊंगा। നമ്മുടെ സണ്ണി ബ്രദർ हमारा सन्नी भाई മിക്സറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. मिक्सर सब ऑपरेट कर रहा है, അദ്ദേഹം അത് ചെയ്യുന്നത് കൊണ്ട് वो ऐसा कर रहा है इसलिए രവി പാസ്റ്റർ ഇടയ്ക്കൊക്കെ വന്ന് അതേ പിടിക്കണ്ട, रवि पास्टर बीच बीच में आके उसे पकड़ने की जरूरत नहीं, ചെയ്യണോ? करना है। ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? क्या आप समझ रहे हैं? അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, उसे निश्चयता है, ബ്രദർ സണ്ണി വിൽ ഡു എവറിथिंग. और भाई सनी जो है सब कुछ अच्छी तरीके से पूरा करेगा। ഇതുപോലെ वैसा ही നിങ്ങൾ അവനെ आप ആശ്രയിക്കുന്നുണ്ടെങ്കിൽ जब उस पर भरोसा रखते हैं you can live in rest. और आप उस पर विश्राम करते हैं। Hey! आमीन। എത്ര പേർ വാഹനം ഓടിക്കുന്നുണ്ട്? कितने लोग गाड़ी चलाते हैं? എത്ര പേർ വാഹനത്തിൽ വന്നവരുണ്ട്? कितने लोग गाड़ी में आए हैं? നിങ്ങൾ വണ്ടി ഓടിച്ചായിരിക്കാം വന്നത്, आप गाड़ी चला कर आए होंगे, അതല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന ഒരാളുണ്ടായി. या फिर आपकी गाड़ी चलाने वाला एक व्यक्ति होगा। നിങ്ങൾ ചെയ്യേണ്ടത്, आपको जो करना है, ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ जब ड्राइवर गाड़ी चलाता है, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് सीट बेल्ट डालकर ആരാംസെ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. स्वस्थदैल वहां पर बैठना है, സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക. बड़े आनंद के साथ विश्राम करना है। ഡ്രൈവർ ബ്രേക്ക് ചവിട്ടേണ്ടത് ചവിട്ടിക്കോളും, ड्राइवर जहां ब्रेक लगाना है ब्रेक लगाएगा, ഗിയർ മാറ്റേണ്ടത് മാറ്റിക്കോളും, गियर लगाते समय लगा लेगा, ആക്സിലേറ്റർ കൊടുക്കേണ്ടത് ആക്സിലേറ്റർ കൊടുക്കും. एक्सीलेटर जब देना है दे देगा। അതിന് പകരം उसके बदले में ഡ്രൈവർ ചവിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച നീ കയറി ചവിട്ടിയാ, और ड्राइवर ने तो ब्रेक नहीं दबाया सोचकर आप यदि ब्रेक दबाएं, കാർ മറിയും. कार पलट जाएगी। അടുത്തിരിക്കുന്ന ഒരു കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, पास में बैठे व्यक्ति को हाथ पकड़ कर कहें, ഡ്രൈവർ ചവിട്ടിക്കോളും, ड्राइवर ബ്രേക്ക് ചവിട്ടി, ड्राइवर ब्रेक लगा लेगा, ड्राइवर ब्रेक लगा लेगा, ഡ്രൈവർ ഓടിച്ചോളും, ड्राइवर दौड़ा लेगा। ड्राइवर दौड़ा लेगा। യേശു നിന്റെ ലോഡാന്ന് പറഞ്ഞാ यीशु तुम्हारा प्रभु है जब तुम कहते അതിന്റെ हो, അർത്ഥം उसका अर्थ यही है, അവൻ അത് കൈകാര്യം ചെയ്തോളും. वही उस काम को पूरा कर लेगा। आमेन। എന്നാലും लेकिन फिर भी लेकिन എല്ലാം ദൈവത്തിന്റെ കൈ കൊടുത്തിരിക്കുക. सब तो परमेश्वर के हाथों में दे दिए हैं, എന്നിട്ടും लेकिन ഇവിടെ ഇരുന്നോണ്ട് यहाँ बैठे बैठे വാടക എങ്ങനെ അടയ്ക്കും, किराया कैसे दूंगा, കൊച്ചിന്റെ ഫീസ് എവിടെ കൊടുക്കും, बच्चों का फीस कैसे पटेगा, കുഞ്ഞിന്റെ കല്യാണം എങ്ങനെ നടക്കും, बच्चों की शादी कैसे होगी। തോളെ തട്ടി പറഞ്ഞാട്ടെ, और कंधे पे थपथपा कर कहें, He is the Lord of your family. वो आपके परिवार का प्रभु है। Come on, receive that way. बोलिए, वो आपके परिवार का प्रभु है। Hallelujah. हालेलुया। ഇന്ന്
आज ആ ഭാരം ഇവിടെ ഇട്ടിട്ട് പോണം. वो बोझ यहाँ पर डाल कर जाना എന്റെ है। കർത്താവ് നടത്തും. मेरा प्रभु चलाएगा। आमेन ഹല്ലേലൂയ. हालेलुया। ഞാൻ അനുഭവിക്കുന്നു मैं अनुभव कर रहा हूँ ഒരു ഭയങ്കര സ്വസ്ഥത ചിലരുടെ മേൽ വ്യാപരിക്കാൻ एक പോകുന്നു. भयंकर विश्राम कुछ लोगों पर आ रहा है। നിങ്ങളുടെ മേൽ आपके ऊपर। അങ്ങനെ അത് സ്വീകരിക്കാൻ നീ റെഡി और ആണെങ്കിൽ ऐसा यदि आप स्वीकार करने को तैयार हैं तो നാളെ രാത്രി कल की रात्रि 8:15 മുമ്പേ और 8:30 होने से पहले നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. आपके घर में आश्चर्य कर्म होने वाला है। കുറഞ്ഞത് 4 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. कम से कम 4 लोगों को हाथ पकड़ कर कहें, നല്ലവണ്ണം ചിരിച്ചാട്ടെ. अच्छे से मुस्कुराइए। യേശുവാണ് കർത്താവ്. यीशु आपका प्रभु है। Tell at least 4 अच्छे people. से मुस्कुराइए। Tell- 4 लोगों को बोलिए, अच्छे से मुस्कुराइए। Oh. यीशु आपका प्रभु है। अच्छे से मुस्कुराइए। यीशु आपका प्रभु है। अच्छे से मुस्कुराइए। यीशु आपका प्रभु है, प्रभु है, प्रभु है। आमीन। ഒന്നുകിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണം, या तो आपको चिंता करना है അല്ലെങ്കിൽ അവന്റെ കൊടുക്കണം. या फिर अपनी चिंता यीशु के हाथों में देना है। अपने पड़ोसी से पूछें, നിങ്ങൾ ചിന്തിക്കുന്നത് പോലാണോ കാര്യങ്ങൾ നടക്കുന്നത്? आप जैसे चिंता करते हैं क्या वैसा ही काम होता है? आप जैसे चिंता करते वैसे ही काम होता है। അങ്ങനെ പോയാൽ എങ്ങനെയാകും? वैसे जाएंगे तो कैसे होगा? ഇങ്ങനെ ആയാൽ എങ്ങനെയാകും? ऐसे होगा तो कैसे होगा? ऐसे होगा तो कैसे होगा? ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ और ऐसा यदि आप चिंता करते हैं അങ്ങനെ ചിന്തിക്കാം. तो वैसा चिंता करना है। പകരം उसके बदले എല്ലാം അവൻ നടത്തിക്കൊള്ളുമെന്ന് ചിന്തിച്ച ये चिंता करना है कि सब कुछ वो पूरा करेगा। आमीन। ഞങ്ങളുടെ നാട്ടിലൊക്കെ हमारे गांव में വെക്കേഷൻ ടൈമിൽ और छुट्टियों के समय में രാവിലെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കും, सवेरे बच्चे क्रिकेट खेलते, ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കും, दोपहर को क्रिकेट വൈകിട്ട് खेलते, ക്രിക്കറ്റ് കളിക്കും, शाम को क्रिकेट खेलते, രാത്രി ലൈറ്റ് ഇട്ട് ക്രിക്കറ്റ് കളിക്കും. रात को लाइट लगा के क्रिकेट खेलते। നാളെ സ്കൂൾ തുറക്കുകയാണെങ്കിൽ कल यदि स्कूल खुल रहा ഇന്ന് है ഭയങ്കര ക്രിക്കറ്റ് കളിക്കും. आज भयंकर क्रिकेट का खेल होता ആ है। സമയത്ത് उस समय में അപ്പനും അമ്മയും माता पिता ബാഗ് മേടിച്ചില്ല, बैग नहीं खरीदे, യൂണിഫോം മേടിച്ചില്ല. यूनिफॉर्म नहीं खरीदे। സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് നോ ടെൻഷൻ. स्कूल जाने वाले बच्चों को कोई चिंता ही नहीं അവര് है। ക്രിക്കറ്റ് കളിക്കുക, वो क्रिकेट खेल रहे हैं, അവര് സന്തോഷിക്കുക, वो आनंदित हो रहे അവർ हैं, സെലിബ്രേറ്റ് ചെയ്യുക. वो उत्सव मना रहे हैं। വാസ്തവത്തിൽ ആർക്കാ യൂണിഫോം വേണ്ടത്? वास्तव में यूनिफॉर्म किसको चाहिए? ഇവനാണ് വേണ്ടത്. इसको चाहिए। ടെൻഷൻ ആർക്കാണ്? किसको चिंता है? അപ്പനാണ്. पिता को है। അതുപോലെ वैसा ही നിങ്ങൾ आप നല്ലൊരു അപ്പനുള്ളത് കൊണ്ട് एक अच्छा पिता आपके पास है, इसलिए ओ रिया मेखा ले दे अटाइबा प्रभाउटे रबनगडगमनगब प्रमाण धरे। हालेलुया हालेलुया। ചിലരുടെ മുഖം തെളിഞ്ഞിട്ടില്ല. कुछ लोगों के चेहरे प्रकाशित नहीं हुए हैं। അതിന്റെ അർത്ഥം उसका अर्थ यही है അവർക്ക് നല്ല അപ്പനില്ല. उनके पास अच्छा पिता नहीं है। आपका पास अच्छा पिता है? നിങ്ങളുടെ കയ്യിൽ നല്ല പിതാവുണ്ടോ? जोर से बोले हालेलुया. हालेलुया 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 हालेलुया। हालेलुया। ताली बजा के ताली बजा के ताली बजा के जोर से। ഒരിക്കൽ ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയിരിക്കുകയാണ്. और एक बार इंडिया के बाहर एक स्थान पे सेवा के लिए गए। മീറ്റിംഗിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുമ്പേ मीटिंग शुरू होने से पहले എന്റെ വൈഫ് എന്നെ ഫോൺ വിളിച്ചു. पास्टर की पत्नी ने उनको फोन में बुलाया। എന്നോട് പറഞ്ഞു, उसे कहने लगी കുഞ്ഞിന് പനി കൂടുതലാണ്, बच्चे को बुखार ज्यादा है, അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. डॉक्टर ने कहा है कि उसे अस्पताल में भर्ती करना पड़ेगा। പെട്ടെന്ന്
പെട്ടെന്ന് ഒരു അപ്പൻ എന്ന നിലയിൽ जल्दी से एक पिता होने के नाते അയ്യോ എന്ന് വെച്ച് अरे मैंने ऐसा सोच लिया, what can I do? ഞാൻ എന്തോ ചെയ്യാൻ मैं क्या പറ്റും? करूं, मैं क्या कर सकता ആരെ हूं? ചെയ്യാം, ആരെ അയക്കാൻ പറ്റും? और किसे मैं भेजूं, किसे मैं ചില ചിന്തകൾ भेजूंगा? വന്നു, ചില ചിന്തകൾ कई വന്നു. विचार आए പെട്ടെന്ന് जल्दी से എന്റെ ഉള്ളിലേക്ക് मेरे अंदर ഈ വാക്ക് കടന്നു വന്നു. ये वचन आया, Jesus is the Lord of my children. और यीशु मसीह मेरे बच्चों का है, Jesus is the Lord of my family. और यीशु मसीह मेरे परिवार का लाठी है। ഞാൻ ആ കസാരയിൽ ഇരുന്നുകൊണ്ട് मैं उस कुर्सी में बैठकर ഒരു 4-5 പ്രാവശ്യം और 2-3 बार ഞാനത് പ്രഖ്യാപിച്ചു. मैं इस बात की घोषणा किया, Jesus is the Lord of my family. यीशु मसीह मेरे परिवार का Jesus is प्रभु the है। Lord of my children. यीशु मसीह मेरे बच्चों का प्रभु है। Hallelujah. हालेलुया। അരമണിക്കൂർ കഴിഞ്ഞു. आधा घंटा हो गए ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ और जब मैं प्रचार करने गया, എന്റെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു, मेरे साथ आया एक व्यक्ति कहने लगा, പാസ്റ്ററിനോട് പറയാൻ വൈഫ് പറഞ്ഞിരിക്കുന്നു. और पास्टर से बोलने के लिए पास्टर की पत्नी ने कहा है, പെട്ടെന്ന് കുഞ്ഞിന്റെ ചൂട് കുറഞ്ഞു. जल्दी से बच्चे का बुखार कम हो അവൻ गया, ഫ്രീ ആയി वो स्वतंत्र हो गया, വീട്ടിലേക്ക് പോയി. वो घर में चले गए। ഇന്ന് രാത്രിയിലും आज की रात्रि tell to Jesus, और यीशु मसीह से कहें, Jesus, यीशु, everybody सब बोले यीशु, Jesus, यीशु, Jesus, यीशु, you are the Lord of my family. तू मेरे परिवार का प्रभु है। Hallelujah. हालेलुया। അക്ഷരാർത്ഥത്തിൽ और वास्तविक तौर पर ഇന്ന് രാത്രിയിൽ आज की रात्रि ഇവിടെ ഇറങ്ങി പോകുമ്പോ यहाँ से अब आप वापस നീ जाएंगे അത് तब അനുഭവിക്കാൻ പോകുക. आप उसे अनुभव करने जा रहे हैं। അതിനകത്താ നീ उसके ജീവിക്കുന്നെങ്കിൽ अंदर यदि आप जीवित നീ हैं കാണാൻ പോവുക तो आप देखने जा रहे നിന്റെ हैं ദൈവം നിന്നെ എങ്ങനെ നടത്തുന്നത്. आपका परमेश्वर आपको कैसे चलाता है। Amen. Amen. ഭൂമിയിൽ पृथ्वी में സ്വസ്ഥതയിൽ ജീവിച്ച ഒരാളായിരുന്നു ആദാം. विश्राम के साथ जीने वाला एक व्यक्ति था, वो आदम। Yes or no? हाँ कि नहीं? Yes. ഒരു ടെൻഷനിൽ कोई भी चिंता नहीं। പാപം വരുന്നതിന് മുമ്പേ पाप आने से पहले അവൻ സ്വസ്ഥതയിൽ ജീവിച്ചു. वो विश्राम में जी रहा था। രസകരമായൊരു സംഭവം, और बहुत ही एक अच्छी बात, ഈ ലോകത്തുള്ള എല്ലാ മൃഗങ്ങൾക്കും ആദാം പേരിട്ടു. और इस संसार के सारे जानवरों का नाम आदम ने डाला। ഇവിടെ 1-2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ यहाँ पर 1-2 बच्चे जब पैदा हो जाते हैं, 2 മാസം ഗൂഗിളിൽ തപ്പുകയാണ്, 2 महीने गूगल में खोज रहे हैं എന്ത് പേരിടും. कौन सा नाम डाला जाए। ഇവിടെ എങ്ങനെയാണോന്ന് यहाँ पर എനിക്ക് कैसा है मुझे नहीं मालूम, കേരളത്തിൽ അങ്ങനെയാണ്. केरल में ऐसा ही है। തപ്പി 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 പരാജയപ്പെടുകയാണ്. खोज खोज कर खोज 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 के पराजित हो जा रहे हैं। എന്നാൽ लेकिन സ്വസ്ഥതയ്ക്കകത്ത് നിൽക്കുന്ന ആദാം, जो विश्राम में है वो आदम, ആയിരക്കണക്കിന് മൃഗങ്ങൾ വരിക. हजारों जानवर आए हैं। Yes or no? हाँ कि नहीं? Yes. ഒരു വലിയ മൃഗം വരുന്നു. एक बड़ा जानवर आ रहा है, അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, और उसने कहा എലിഫന്റ്, ആന. हाथी। അതിന് ആന എന്ന് പേര്. उसको हाथी नाम डाल दिया गया। അതോ ആദാം അവിടെ ഇരുന്നുണ്ട്, ഷോ എന്തോ പേരിടും. वो आदम ने क्या नाम डालूं, ഇല്ല, ऐसा नहीं सोचा। അവൻ ഇട്ടത് അതിന് പേരായി. उसने उसका जो नाम डाल दिया वही वो नाम हो गया। ആനയ്ക്കും പുലിക്കും കടുവയ്ക്കും എല്ലാം, हाथी को, चीता को, शेर को, सियार को, सबको, ആയിരക്കണക്കിന് മൃഗങ്ങൾ വരും. हजारों जानवर आ रहे हैं, എല്ലാത്തിനും അവൻ പേരിട്ടു. सबका उसने नाम डाल दिया। ഹല്ലേലൂയ. हालेलुया। അവൻ ആ സ്വസ്ഥതയ്ക്കകത്ത് നിൽക്കുകയായിരുന്നു. उस विश्राम में वो खड़ा था। എന്നാൽ പാപം വന്നപ്പോൾ, लेकिन जब पाप आया, പാപം വന്നപ്പോൾ जब पाप आया, അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. उसका विश्राम वहां से नुकसान हो गया, അസ്വസ്ഥനായി മാറി. वो अस्वस्थ हो गया। അതിനുശേഷം उसके बाद ദൈവം അവനോട് പറഞ്ഞു, परमेश्वर ने उनसे कहा, ആഴ്ചയിൽ ഒരു ദിവസം, हफ्ता में एक दिन, എവരിബഡി സേ, ആഴ്ചയിൽ ഒരു ദിവസം और सब बोले हफ्ता में एक दिन, हफ्ता में एक दिन നിങ്ങൾ സ്വസ്ഥത ആഘോഷിക്കണം. तुम विश्राम के उत्सव मनाना। तुम विश्राम के उत्सव मनाना। ശരിയല്ലേ? सही है कि नहीं? അത് കഴിഞ്ഞിട്ട് उसके बाद 6 വർഷം കഴിയുമ്പോൾ ഒരു വർഷം സ്വസ്ഥത കൊണ്ടാടണം. और 6 साल के बाद एक बार विश्राम मनाना।
എന്നാൽ लेकिन പിന്നീട് उसके बाद മനുഷ്യർ അതിനെ ഒരു മതമാക്കി മാറ്റി. और फिर मनुष्य ने उसे एक धर्म बना दिया। ഹല്ലേലൂയ. हालेलुया। എന്നാൽ യേശു ഈ ഭൂമി വന്നിട്ട് लेकिन यीशु इस पृथ्वी पर आकर, നിങ്ങൾക്കറിയാമോ, आपको मालूम है, ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തത് ശബത്തിലാണ്. सबसे ज्यादा आश्चर्य कर्म सबत के दिन में किया। Amen. ശബത്തിൽ ഭാരമെടുക്കാൻ പാടില്ല. और सब्त के दिन में बोझ उठाना जोली नहीं चाहिए उठा पर- सकते, काम नहीं कर सकते, ജോലി ചെയ്യാൻ പാടില്ല. काम नहीं कर सकते हैं, വളരെ ദൂരം നടക്കാൻ പാടില്ല. बहुत दूर जा नहीं सकते। എന്നാൽ യേശു വന്നിട്ട് लेकिन यीशु ने आकर ശബത്തിൽ सब्त के दिन രോഗിയെ സൗഖ്യമാക്കുക മാത്രമല്ല, बीमारों को चंगा अकेला नहीं किया, അവനോട് പറയുകയാണ് उनसे कहता है കട്ടിലെടുത്തുകൊണ്ട് നടക്കാൻ. अपनी खाट उठाकर चल फिर। Amen. ശബത്തിൽ യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. सब्त के दिन में यीशु मसीह ने बहुत से आश्चर्य कर्म किए। എന്താണ് യേശു ശബത്തിൽ അത്ഭുതം ചെയ്തത്? क्यों यीशु मसीह ने इस सब्त के दिनों में आश्चर्य कर्म കാരണം किए? യേശുവിന് പറയാൻ ഒരു സന്ദേശമുണ്ട്. क्योंकि यीशु मसीह को बताने का एक संदेश है। യഥാർത്ഥ വിശ്രാമം എന്താണെന്ന് അറിയിക്കാനാണ് യേശു വന്നത്. वास्तविक विश्राम क्या है, इस बात को बताने के लिए यीशु मसीह आया। രോഗി ആയിരിക്കുന്നതല്ല സ്വസ്ഥത. रोगी बीमार बनकर बना रहे वो नहीं है विश्राम। രോഗി സൗഖ്യമാകുന്നതാണ് സ്വസ്ഥത. बीमार चंगाई पाले यही विश्राम है। മുടന്തനായിരിക്കുന്നതല്ല സ്വസ്ഥത. लंगड़ा बनकर रहे वो विश्राम नहीं है। അവന്റെ മുടന്ത് മാറുന്നതാണ് സ്വസ്ഥത. उसका लंगड़ापन हटना ही विश्राम है। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാത്രിയിലും आज की रात्रि ആ भी സ്വസ്ഥത നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. वो विश्राम आपके ऊपर प्रकट हो रहा है। ഇന്ന് രാത്രിയിൽ എത്ര പേർ പറയാം, आज की रात्रि कितने लोग कहेंगे, ആ സ്വസ്ഥത എനിക്ക് വേണം കർത്താവേ? और प्रभु वो विश्राम मुझे चाहिए? എത്ര പേർ പറയും ഇന്ന് कितने लोग कहेंगे ആ സ്വസ്ഥത എനിക്ക് വേണം? वो विश्राम मुझे चाहिए? അവനിൽ ആശ്രയിക്കുന്നതാണ് സ്വസ്ഥത. उस पर भरोसा रखना ही विश्राम ഒന്ന് है। രണ്ട് കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും. 2-3 बातों को बताकर जल्दी से समाप्त करूंगा। അവനിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറായ और यदि उस पर तुम भरोसा रखने के लिए तैयार हो जाओ, എന്ന് വെച്ചാൽ कहने का मतलब, അവനിൽ നിങ്ങൾ ആശ്രയിച്ച ആ വിഷയത്തെ ഏൽപ്പിച്ചാൽ और उस पर भरोसा रख के उस विषय को उनके हाथों में दे दे അവൻ तो നടത്തിക്കൊള്ളുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ वो उसे पूरा करेगा। इस बात की यदि निश्चयता है നിന്നെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും तो കഴിയത്തില്ല. आपको दुनिया की कोई भी ताकत हरा नहीं सकती। Amen. Amen. നിങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ, आप अपने आप से पूछिए, നിന്റെ ബിസിനസിന്റെ കർത്താവ് ആരാണ്? तेरे बिजनेस का प्रभु कौन है? നിന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവ് ആരാണ്? तेरे बच्चों का प्रभु कौन है? നിങ്ങളുടെ ശുശ്രൂഷയുടെ കർത്താവ് ആരാണ്? तेरी सेवकाई का प्रभु कौन है? ഉറക്കെ പറഞ്ഞിട്ട് യേശു. ऊंची आवाज में बोले यीशु। यीशु. കേരളത്തിൽ ഒരു സംഭവം നടന്നു. केरल में एक घटना घटी। ഒരു ചെറിയ പാത വഴി एक छोटा रास्ता, അത് വിശാലമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. और उस रास्ते को चौड़ा करने के लिए सरकार ने सोच लिया। സർക്കാർ പറഞ്ഞു सरकार ने कहा ഇതിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കണം. इसके दोनों साइड के जो पेड़ हैं उन्हें काट दिया जाए। അങ്ങനെ മരം മുറിക്കാൻ ആളുകൾ और വന്നു. इस प्रकार पेड़ को काटने के लिए लोग ഓരോ आए। മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. एक एक पेड़ को काटा जा रहा है। ഒരു ദിവസം एक दिन ഒരു വലിയ വൃക്ഷം एक बड़ा वृक्ष, ഒരു മനുഷ്യൻ മുറിക്കാനായി കയറി. एक मनुष्य काटने के लिए चढ़ा, കയറിയപ്പോൾ ആ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ഒരു കിളിക്കൂട് കണ്ടു. और तब वो चढ़ा जब उस पेड़ के शिखर में उसने एक चिड़िया का घोंसला देखा। ആ കിളിയും 3-4 മുട്ടകളും ആ കൂടിനകത്തിരിക്കുന്നു. और वो चिड़िया और 3-4 अंडे उस घोंसले में रखे हुए हैं। മരം മുറിക്കാൻ കയറിയ മനുഷ്യൻ पेड़ को काटने के लिए जो पहुंचा व्यक्ति ഉള്ളി പറഞ്ഞു, हृदय में कहने लगा, അയ്യോ अरे ഇപ്പൊ ഞാൻ ഈ മരം മുറിച്ചാൽ अभी यदि ये पेड़ में काट दूं ഈ കിളിക്കൂട് തകരും, तो ये चिड़िया का घोंसला टूट जाएगा, മൊട്ട തകരും. अंडा फूट जाएगा। അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് इसलिए एक हफ्ता के बाद വീണ്ടും വന്ന ഈ മരം മുറി. फिर से आकर मैं इस पेड़ को काटूंगा। ഒരാഴ്ചത്തെ അവധി കോൺട്രാക്ടറോട് ചോദിച്ചു. और एक हफ्ते का वो समय कॉन्ट्रैक्टर से मांग लिया। അദ്ദേഹം പറഞ്ഞു മറ്റുള്ള മരങ്ങൾ മുറിക്കാം, അതിനുശേഷം മുറിക്കാം. उसने कहा दूसरे सारे पेड़ों को काटूंगा, उसके बाद इसे काटूंगा। ഒരാഴ്ച കഴിഞ്ഞു വന്നു. एक हफ्ता के बाद आया ആ കിളിക്കൂടിലേക്ക് നോക്കിയപ്പോൾ और उस चिड़िया के घोंसले में जब देखा 3-4 കിളികൾ അതിനകത്ത്. 3-4 चिड़िया उसके अंदर हैं। അദ്ദേഹം നോക്കിയപ്പോൾ उसने जब
देखा तो കൊച്ചു കുഞ്ഞുങ്ങളാണ്, ये छोटे बच्चे हैं, പറക്കാറായിട്ടില്ല. ये अभी उड़ने लायक नहीं हुए അദ്ദേഹത്തിന്റെ हैं। ഉള്ളിൽ പറയാൻ തുടങ്ങി, फिर से अंदर में हृदय में वो कहने लगा, ഇപ്പോൾ ഞാൻ ഈ മരം മുറിച്ച अभी यदि मैं ये पेड़ काट दूं ഈ കിളിക്കൂട് തകരും. तो ये चिड़िए का घोंसला टूट जाएगा। കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ और ये അറിയത്തില്ല, बच्चे उड़ना नहीं चाहते, അവർ जानते, താഴെ വീണ് वो ചത്തുപോകും. नीचे गिर के मर जाएंगे। അതുകൊണ്ട് ഒരാഴ്ചയുടെ इसलिए एक हफ्ता और എങ്ങനെങ്കിലും കോൺട്രാക്ടറോട് ചോദിച്ചിട്ട് മരം പിന്നീട് മുറിക്കാം. कैसे भी कॉन्ट्रैक्टर से पूछ के पेड़ फिर से काटूंगा। ചോദിച്ചപ്പോഴേ കോൺട്രാക്ടർക്ക് മനസ്സലിഞ്ഞു. और तो पूछने पर फिर से कॉन्ट्रैक्टर को तरस आया। ഒരാഴ്ചയ്ക്ക് ശേഷം एक हफ्ते के पश्चात കോൺട്രാക്ടർ വന്ന് പറഞ്ഞു, कॉन्ट्रैक्टर ने आकर कहा, ഈ ഒറ്റ മരത്തിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് और ചെയ്യുന്നത്, इस एक वृक्ष के लिए हम इंतजार कर रहे थे, എത്രയും വേഗത്തിൽ ഇത് മുറിക്കുക. जल्दी से इसे काट दो। മുറിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. काटने की सारी व्यवस्थाएं की ആ गई മരം മുറിച്ചു താഴെയിട്ടു. और उस पेड़ को काट कर नीचे गिराया गया। നോക്കിയപ്പോൾ ആ കിളിക്കൂട് താഴേക്ക് വീണു. जब देखे तो वो चिड़िया का घोंसला भी नीचे गिरा। കോൺട്രാക്ട് അടുത്തേക്ക് ചെന്നു, कॉन्ट्रैक्टर पास में ആ गया കിളിക്കൂട് നോക്കി. और उस घोंसले को उसने വളരെ देखा, മനോഹരമായിരിക്കുന്നു. बहुत ही सुंदर घोंसला, ചെറിയ കമ്പുകൾ കൊണ്ട്, और छोटे छोटे लकड़ियों से, ചെറിയ പേപ്പറുകൾ കൊണ്ട് छोटे छोटे पेपर से ആ കിളിക്കൂട് പണിത് और വെച്ചിരിക്കുന്നു. वो घोंसला बनाया गया था। അതിനകത്തുനിന്ന് ഒരു പേപ്പർ എടുത്തു. उसके अंदर से एक पेपर निकाला എന്തോ ഒരു ഗ്രീറ്റിംഗ്സിന്റെ പേപ്പറാണ്. और कोई एक ग्रीटिंग्स का पेपर है। എന്നാൽ അത് അദ്ദേഹം തിരിച്ചു जब നോക്കിയപ്പോൾ उसने पलट कर देखा, അദ്ദേഹം കണ്ടൊരു വാക്ക്, तब उसने एक वाक्य देखा, വി ട്രസ്റ്റ് ഇൻ ഗോഡ്, ഞങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നു. हम यहोवा पे भरोसा रखते हैं। ഉടനെ കോൺട്രാക്ടർ പറയുകയാണ്, तुरंत से कॉन्ट्रैक्टर कहता है, ചുമ്മാതല്ല ഈ മരം മുറിക്കാൻ പറ്റാഞ്ഞത്, और सचमुच में ऐसे ही ये पेड़ काट नहीं पाए हैं हम, എഴുത്തും വായനയും അറിയാത്ത और जो लिखा पढ़ी नहीं जानते हैं, ഒരു കിളിക്കൂടിനകത്ത് एक चिड़िया के घोंसले के अंदर ഈ ഒരൊറ്റ സെന്റൻസ് ये एक छोटा सा पद ആ കിളിക്കൂടിനെ രക്ഷിച്ചെങ്കിൽ यदि उस चिड़िए के घोंसले को बचा लिया तो നിങ്ങളിൽ എത്ര പേർ പറയും, आप में से कितने लोग कहेंगे, I am trust in Jesus. मैं यीशु मसीह पे भरोसा रखता हूँ। Hallelujah. हालेलुया। അങ്ങനെ ആശ്രയിച്ച ऐसा भरोसा रखने वाले നീ അത്ഭുതത്തെയും സ്വസ്ഥതയും കാണും. तो आप उस विश्राम को देखेंगे। അങ്ങനെ വിശ്രമിച്ച് അങ്ങനെ ആശ്രയിച്ച ഒരാൾ, और ऐसा भरोसा किया हुआ एक അത് व्यक्ति, മാത്രം പറഞ്ഞ് നമ്മൾ और അവസാനിപ്പിക്കും. यही बोलकर मैं समाप्त करने जा रहा हूँ। പത്രോസ് എന്ന് പറയുന്ന पतरस ശിഷ്യൻ. नाम का एक चेला। എത്ര പേർക്കറിയാം ശീമോൻ कितने लोग शिमोन पतरस को जानते हैं? 1 2 3. 1 2 3 4 5। ശീമോൻ പത്രോസിനെ കൊല്ലാൻ വേണ്ടി ഹേരോദാവ് കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. और शिमोन पतरस को मार डालने के लिए हेरोदेस बंदी गृह में डाल के रखा है, 16 ചേവകളുടെ നടുവിൽ, പടയാളികളുടെ നടുവിൽ. और सैनिकों के बीच में പിറ്റേ ദിവസം കൊല്ലാൻ പോകുകയാണ്. अगले दिन उसे मार डालने जा रहे हैं। ഞാൻ ചിന്തിച്ചു, मैंने सोचा, നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ हम यदि होते അന്ന് രാത്രി മുഴുവനും അന്യഭാഷ പറഞ്ഞ ജയിൽ ഇളക്കിയേനെ. और उस रात्रि अन्य भाषा बोलकर हम जेल में उथल पुथल कर देते। ശരിയല്ലേ? सही है कि नहीं? നാളെ കൊല്ലാൻ പോവാ, कल मार डालने जा रहे हैं, നാളെ മരിക്കാൻ പോവാ, कल मरने जा रहा है, ഇങ്ങനെ ഇരിക്കുവോ? ऐसा बैठे रहेंगे क्या? ഇല്ല. नहीं, ആ ജയിൽ മൊത്തം പിടിച്ചിളക്കിയ पूरा जेल में हम हलचल पैदा कर देंगे। പ്രാർത്ഥനയും അന്യഭാഷയും പാട്ടും प्रार्थना, अन्य भाषा और गीत മറ്റുള്ളവരുടെ ഉറക്കം കൂടെ പോയേനെ. दूसरों की भी नींद खराब कर देंगे। എന്നാൽ ഇവിടെ लेकिन यहाँ पर പത്രോസ് കിടന്നുറങ്ങുന്നു. पतरस विश्राम कर रहा है, सो रहा है। ഞാൻ ചോദിച്ചു, मैंने पूछा, പത്രോസേ, पतरस എങ്ങനെ ഉറങ്ങാൻ പറ്റും? कैसे तू इस समय सो पाया? പത്രോസിന്റെ മറുപടി, पतरस का जवाब है, can I tell that secret? क्या मैं ये रहस्य आपको बता दूं? Yes. Yes or no? हाँ कि नहीं? Yes. പത്രോസ് പറയുകയാണ്, पतरस कह रहा है, യോഹന്നാന്റെ സുവിശേഷത്തിൽ यूहन्ना रचित सुसमाचार में യേശു തന്നോട് പറഞ്ഞു, यीशु ने उससे कहा, നീ ഇപ്പോഴേ മരിക്കത്തില്ല, तू अभी से नहीं मरेगा, വൃദ്ധനായ ശേഷം, वृद्ध होने के पश्चात, മുടി നരച്ച ശേഷം तेरे बाल पकने के बाद മാത്രമേ നീ सिर्फ മരിക്കത്തുള്ളൂ. तू मरेगा। ഒന്നുകൂടെ പറയാം. एक बार और बोलूंगा। പത്രോസിനോട് യേശു പറഞ്ഞു, पतरस से यीशु मसीह ने कहा, നീ വൃദ്ധനായ ശേഷം, तू वृद्ध होने के पश्चात, നിന്റെ മുടിയൊക്കെ നരച്ച ശേഷം तेरे सारे बाल पक जाने के बाद മാത്രമേ നീ മരിക്കത്തുള്ളൂ. सिर्फ तू मरेगा। പത്രോസ് മുടി പിടിച്ചു നോക്കി, और पतरस ने अपने बाल को पकड़ कर देखा, നരച്ചിട്ടില്ല. वो तो अभी पका नहीं है। അതിന്റെ അർത്ഥം, उसका अर्थ, എന്നെ കൊല്ലാൻ ഹേരോദാവേ നിനക്ക് പറ്റത്തില്ല. मुझे हेरोदास तू मार नहीं डाल सकता।
Did you understand? क्या आप समझ रहे हैं? നിന്റെ മേൽ आपके ऊपर ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ एक प्रतिज्ञा यदि है, പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. शैतान कुछ भी नहीं कर पाएगा. യേശുവിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, यीशु मसीह का यदि आपके लिए एक योजना है, ആ പദ്ധതി തീർക്കാതെ उस योजना को पूरा किए बगैर പിശാചിന് നിന്നെ തൊടാൻ കഴിയില്ല. शैतान आपको छू नहीं सकता. ഈ രാത്രി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, आज की रात्रि आपके विषय में परमेश्वर की योजना, Are you ready to receive that prophesy? क्या इस भविष्यवाणी को ग्रहण करने को आप तैयार है? യേശുവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. यीशु मसीह का आपके लिए एक योजना है. ജബൽപൂർ ഉണർവ് കാണാൻ പോകുകയാണ്. जबलपुर बेदारी देखने जा रहा है. മധ്യപ്രദേശ് is going to see a big revival. मध्य प्रदेश एक बड़ी बेदारी को देखने जा रहा है. ആ ഉണർവിനകത്ത് उस बेदारी के अंदर നിനക്കൊരു പങ്കുണ്ട്. आपका एक भाग है. നിന്റെ കുടുംബത്തിനൊരു പങ്കുണ്ട്. आपके परिवार का एक भाग है. അത് കഴിയാതെ, वो हुए बगैर, അത് കഴിയാതെ, वो पूरा हुए ഓ बगैर. നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ आप കേൾക്കുന്നില്ല. नहीं सुन रहे, नहीं सुन रहे. എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं इसके അത് अंदर? കഴിയാതെ वो पूरा हुए बगैर, ആ മെഡിക്കൽ റിപ്പോർട്ടിനോ, वो मेडिकल रिपोर्ट को, ആ രോഗത്തിനോ, वो बीमारी को, ആ പ്രശ്നത്തിനോ वो समस्या को നിന്നെ തകർക്കാൻ കഴിയത്തില്ല. आपको वो नहीं तोड़ सकता है. जोर से थाली बजाकर ताली बजा के हालेलुया. ഈ രാത്രി ഞാനത് പറയുമ്പോൾ, आज की रात्रि जब ये मैं बोलता हूँ, നീ കേട്ട വാഗ്ദത്തം आपने जो सुनी प्रतिज्ञा है, നിന്റെ തലമുറയെ ഉയർത്തുമെന്നാണെങ്കിൽ आपकी संतानों को ऊंचा करेगा, तो അതിന്റെ അർത്ഥം उसका अर्थ നിന്റെ തലമുറ तेरी संतान ദൈവത്തിന്റെ നന്മ കാണും. परमेश्वर की भलाई देखेगी. നിന്നെ അവൻ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ तुझे सम्मानित करेगा यदि उसने कहा है, അത്ഭുതത്തെ നീ കാണും. तो आश्चर्य कर्म तू देखेगा. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, पास में बैठे व्यक्ति से कहें, അവനിൽ ആശ്രയിക്കുക, उस पर भरोसा रखे, അവന്റെ വാക്കിൽ ആശ്രയിക്കുക, उसके वचनों पे भरोसा रखे, അവനിൽ ആശ്രയിക്കുക, उस पे भरोसा रखे, അവന്റെ വാക്കിൽ उसके ആശ്രയിക്കുക. वचनों पे भरोसा रखे. If you trust in him and trust in his word, उसके वचनों पे भरोसा रखें, उस पर भरोसा रखें, you will live in rest. और आप विश्राम को पाएंगे. Hallelujah. हालेलुया. Tell to your neighbor, अपने पड़ोसी से कहें, trust. भरोसा. Everybody say trust. सब बोलिए भरोसा. Rest will come. और विश्राम आ जाएगा. Trust, भरोसा, rest. विश्राम. भरोसा, विश्राम. പത്രോസ് ഇങ്ങനത്തെ ആളല്ലായിരുന്നു. पतरस ऐसा व्यक्ति नहीं था. പത്രോസ് അങ്ങനത്തെ ആളെ അല്ല. पतरस ऐसा व्यक्ति ही नहीं था. ഒരിക്കൽ പടകിൽ പോകുമ്പോൾ एक दिन जब नाव में जा रहा, കൊടുങ്കാറ്റടിച്ചു, जब लहरें आई കടൽ ഇളകി, और समुद्र उफलने लगा. അയ്യോ, अरे ആ പടകിനകത്ത് കിടന്നുകൊണ്ട് उस नाव में बैठकर പത്രോസ് പറയുകയാ, पतरस कह रहा है, നാഥാ, स्वामी, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. हम नाश हुए जाते हैं, तू विचार नहीं करता. ചെറിയ വിഷയം വന്നപ്പോൾ छोटी सी विषय जब आई, പടകിനെ ഇളക്കിയ ആളാണ്. और नाव में हलचल पैदा किया व्यक्ति है. അടുത്തിരിക്കുന്നോണ്ട് പറഞ്ഞാട്ടെ, पास में बैठे व्यक्ति से कहें, കാറ്റ് हवाएं കടലിനെ ഇളക്കി. समुद्र में उथल पुथल कर दी. പത്രോസ് पतरस ने യേശുവിനെ ഇളക്കി. यीशु मसीह को जगा दिया. पतरस ने यीशु मसीह को जगा दिया. ഹല്ലേലൂയ. हालेलुया. എന്നാൽ ഈ വാഗ്ദത്തമുള്ളവൻ, लेकिन जिसके पास ये प्रतिज्ञा है, അവന്റെ ഉള്ളിൽ റെസ്റ്റ് വെളിപ്പെട്ടു. उसके अंदर वो विश्राम प्रकट हुआ. യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ यीशु ने यदि कहा है അത് तो തന്നെ സംഭവിക്കും. वैसा ही संभव होगा. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച, आज की रात्रि सब अपने हाथों को ऊंचा कर എല്ലാ लें. കരങ്ങളും ഉയർത്തിപ്പിടിച്ച, सारे हाथों को ऊंचा कर लें. യേശുവിന്റെ നാമത്തിൽ और यीशु के नाम से, നിന്നോട് ഈ കർത്താവ് പറഞ്ഞ, और आपसे जो ये प्रभु ने कहा, കർത്താവ് പറഞ്ഞ प्रभु ने जो कहा, ആ വാഗ്ദത്തം वो प्रतिज्ञाएं ഉള്ളതുകൊണ്ട് है, इसलिए അവൻ പറഞ്ഞ വാക്ക് നിഷ്ഫലമാകത്തില്ല. और उसके कहे हुए प्रतिज्ञाएं विफल नहीं होंगी. അതുകൊണ്ട് इसलिए അതുകൊണ്ട് इसलिए അതുകൊണ്ട് इसलिए നീ അത്ഭുതം കാണുക തന്നെ ചെയ്യാം. वो आश्चर्य कर्मों को देखेगा निश्चय. തലയ്ക്ക് മുകളിൽ കരമടിച്ച് യേശുവിനെ നന്ദി सिर പറഞ്ഞു. के ऊपर हाथों को रखकर ताली बजाते हुए कहें हालेलुया.
रेबन धडया माखा उठे प्रमाणवौ अडवनवै छेरगलगसी ഈ अंदर കൈ അടിച്ചോണ്ടിരിക്കുമ്പോൾ जब आप ताली बजा रहे हैं उसी समय ചില വീടുകൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുക, कुछ घरों के अंदर आश्चर्य कर्म हो रहा ചില है, കുടുംബങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുക, कुछ परिवारों के अंदर आश्चर्य कर्म हो ചില रहा है, തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ कुछ നടക്കുക, बच्चों के जीवन में आश्चर्य कर्म हो रहा है, രോഗങ്ങൾ സൗഖ്യമാകും, बीमारियां चंगी हो रही है, ഹാർട്ട് അറ്റാക്കുകൾ സൗഖ്യമാകും, हार्ट अटैक के चंगे हो रहे हैं, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. अभिषेक की सामर्थ प्रकट हो In the रही है name of Jesus, यीशु के नाम से receive the power of the Holy Ghost. पवित्र आत्मा की सामर्थ को ग्रहण करें. Hallelujah. हालेलुया. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം यीशु जी उठने के पश्चात ശിഷ്യന്മാരുടെ നടുവിൽ വന്നു. चेलों के पास आया എന്നിട്ട് അവരോട് പറഞ്ഞു, और उनसे कहने लगा, നിങ്ങൾക്ക് സമാധാനം, तुम्हें शांति मिले, നിങ്ങൾക്ക് സ്വസ്ഥത. तुम्हें विश्राम मिले. വാവ്. वाह, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. आप जरा इस बात को सोचिए. എല്ലാവരും പ്രശ്നത്തിലിരിക്കുകയാണ്, सब समस्याओं में पड़े हुए हैं, പേടിച്ചിരിക്കുകയാണ്. डरे हुए हैं, എന്നാൽ लेकिन യേശു പറഞ്ഞു, यीशु मसीह कहता है, നിങ്ങൾക്ക് സമാധാനം. तुम्हें शांति मिले. യേശു പറഞ്ഞ പദം ഏതാണെന്നറിയാമോ? यीशु मसीह ने कौन से पद को कहा मालूम? Everybody say सब बोलिए shalom. शालोम. Everybody say shalom. सब ऊंची आवाज में बोले शालोम. ഒന്നുകൂടെ പറഞ്ഞിട്ട് shalom. और एक बार ऊंची आवाज में बोले शालोम. ഓഫ്, അത് ഭയങ്കരമാണ്. वो बहुत भयंकर बात है. എന്നാ പറഞ്ഞേ? क्या बोला? Shalom. शालोम. Tell to your neighbor. पड़ोसी से कहें Shalom. शालोम. Shalom. शालोम. Tell to your neighbor. Tell to your अपने neighbor. पड़ोसी से कहने लगे शालोम 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 शालोम. Amen. आमीन. ആ പദത്തിന്റെ അർത്ഥം उस पद का अर्थ സ്വസ്ഥത, विश्राम, സൗഖ്യം, चंगाई, സമാധാനം, शांति, ഐശ്വര്യം. ऐश्वर्य. Hallelujah. हालेलुया. എന്നിട്ട് उसके बाद യേശു यीशु രണ്ട് കാര്യങ്ങൾ കാണിച്ചു. दो बातों को दिखाया. Can I tell? मैं आपसे बोलूं, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ये बोलते ही साथ कुछ लोग बैठ नहीं पाएंगे. Are you ready? जबलपुर तैयार है. Tell to your neighbor. अपने पड़ोसी से कहें, നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി तेरे विश्राम के लिए तेरे विश्राम के लिए രണ്ട് കാര്യങ്ങൾ. दो बातें. दो बातें. Can I tell? मैं बोलूं, Yes. ഒന്ന്, पहली बात, അവന്റെ കൈ കാണിച്ചു. കൈ. उसने अपने हाथ दिखाए. ആരുടെ കൈ? किसका हाथ? अपना हाथ. किसका हाथ? अपना യേശുവിന്റെ കൈ. हाथ. यीशु का हाथ. എന്തോ കാണിച്ചു? क्या दिखाया? हाथ दिखाया. രണ്ട്, दूसरी बात, അവന്റെ വിലാപ്പുറം കാണിച്ചു. സൈഡ്. ഈ പടയാളികൾ കുന്തം കൊണ്ട് കുത്തിയില്ലേ? पसली दिखाया. पसली. ഓക്കെ, പ്ലീസ് റീഡ് യോഹന്നാൻ 20:20. 20-20 വാക്യം. हम पढ़ेंगे यूहन्ना रचित सुसमाचार 20 Quickly, का quickly. 20. I want to जल्दी finish. से पढ़ें यूहन्ना 20:20. 20 വാക്യം. और यूहन्ना रचित सुसमाचार 20 अध्याय 20 वचन. और यह कहकर उसने अपना हाथ और अपना पंजर उनको दिखाए. तब चेले प्रभु को देखकर आनंदित हुए. നെക്സ്റ്റ്. यीशु ने फिर उनसे कहा, तुम्हें शांति मिले. जैसे पिता ने मुझे भेजा है, वैसे ही मैं भी तुम्हें भेजता हूँ. കൈയും വിലാപ്പുറവും കാണിച്ചു. हाथ और पंजर दिखाए. എവരിബഡി സേ രണ്ട് ശരീരഭാഗങ്ങൾ. सब बोले दो शरीर का भाग. दो शरीर का भाग. നമ്പർ 1, पहला पहला ക്യാ? हाथ. हाथ. എന്താണ്? हाथ. കൈ. हाथ. हाथ. കൈ പ്രവൃത്തിയെ കാണിക്കുക हाथ हमारे कार्यों को दिखाता है. എന്ന് വെച്ചാൽ उसका मतलब യേശു പറയുകയാണ്, यीशु कह रहा है, നിനക്ക് വേണ്ടി तुम्हारे लिए എല്ലാം सब कुछ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞു. मैंने कार्य को पूरा कर दिया है. Can I go little deeper? थोड़ा और गहराई में चलूं.
ആ കൈയുടെ പ്രത്യേകത और उस हाथ की विशेषता ആണി കൊണ്ട് കുത്തിയതാണ്. और इस हाथों में कीले से छिदे हुए हैं। Tell to your neighbor, अपने पड़ोसी से कहें, ആണി കൊണ്ട് കുത്തിയ കൈ. कीले से छिदे हुए हाथ। कीले से छिदे हुए हैं। ഇപ്പോഴല്ല, ചില നാളുകൾക്ക് अभी മുമ്പ് नहीं, कई समय पहले നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോ जब हम होटल में जाते, ചായ കഴിച്ചു, चाय पिया, മസാല ദോശ കഴിച്ചു, मसाला डोसा खाया, ഇഡലി വട കഴിച്ചു, इडली और वड़ा खाया, ബില്ല് തരും. बिल देता है। ബില്ല് നമ്മൾ ക്യാഷ്യറിന്റെ കൈ കൊണ്ട് കൊടുക്കും. बिल को हम कैशियर के हाथों में देते हैं। ക്യാഷ്യർ कैशियर പൈസ കൊടുത്തു കഴിയുമ്പോൾ पैसा देने के बाद ഒരു കമ്പിയെ കുത്തി വെക്കും. और वो एक कीले में गाड़ के रख देता है। Yes or no? हाँ कि नहीं? Yes. ആ കമ്പിയെ കുത്തിയതിന്റെ പറയുന്നത് और कीले में वो रख देने का कारण अर्थ ये है, paid. पूरा हो गया, पेड കൊടുത്തു हो गया, കൊടുത്തു दे दिया, Amen. दे दिया, दे दिया, കൊടുത്തു दे തീർത്തു. दिया, Amen. देकर पूरा कर दिया। रबाना बैठा डाले। Amen. കയ്യെ ആണിയുടെ പാട് और हाथों के कीले के छिदे हुए जो हाथ है, അതെന്താണ് उसका അർത്ഥമാക്കുന്നത്? अर्थ समझ में आ रहा നിനക്ക് है? വേണ്ടിയുള്ളത് കൊടുത്തു തീർത്തു. आपके लिए उसने देकर पूरा कर दिया है। दबाना बैठे राजा, दबाना हालेलुया। हालेलुया। Hallelujah. അടുത്തത് ഞാൻ പറയുമ്പോ और अगली बात जब मैं कहने जा रहा हूं, സന്തോഷമുള്ളവർ കൈയടിച്ചു സ്തുതിച്ചോണം. जो आनंदित है वो ताली बजाकर स्तुति करना। Are you ready? क्या आप तैयार है? കേട്ടിട്ട് കേട്ടിട്ട് सुनने के बाद, കേട്ടിട്ട് सुनने के बाद, Are you ready? क्या आप तैयार हैं? നിന്റെ പാപത്തിനു വേണ്ടിയുള്ളത്, आपके पाप के लिए जो है, നിന്റെ രോഗത്തിനു വേണ്ടിയുള്ളത്, आपकी बीमारी के लिए जो നിന്റെ था, ദാരിദ്ര്യത്തിനു വേണ്ടിയുള്ളത്, आपकी दरिद्रता के लिए നിന്റെ जो था, ശാപത്തിനു വേണ്ടിയുള്ളത്, आपके श्राप के लिए जो നിന്റെ था, മരണത്തിനു വേണ്ടിയുള്ളത് आपकी मृत्यु के लिए जो था, അവൻ കൊടുത്തു തീർത്തു. उसने सब कुछ देकर पूरा कर दिया। बाबा बाबा It is paid fully. पूरा हो गया। रबा नगा नगा मनगा शाइदा। हालेलुया। It is paid fully. और उसने पूरा का पूरा चुका दिया। Tell to your neighbor, अपने पड़ोसी से कहें, ആ കൈ കണ്ടോ? वो हाथ देखो। That means उसका मतलब paid fully. उसने पूरा चुका दिया। खा दिया। Number 2, दूसरी बात, അവന്റെ വിലാപ്പുറം. उसके पंजर, 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 അവന്റെ വിലാപ്പുറം. उसका पंजर। Everybody say വിലാപ്പുറം. सब बोलिए पंजर। पंजर। ആ വിലാപ്പുറത്തിന്റെ പ്രത്യേകത और पंजर की विशेषता, വെള്ളവും രക്തവും കൂടെ പുറത്തു വന്നു. पानी और खून एक साथ बाहर निकल आया। കൈ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തു. हाथ ने जो कुछ करना था पूरा कर दिया। വിലാപ്പുറത്തു നിന്ന് और इस पंजर में से വെള്ളവും രക്തവും പുറത്തു വന്നു. पानी और लहू भी बाहर निकल आया। Everybody say രക്തവും सब बोलिए लहू, लहू। വെള്ളവും पानी पानी। ഒരുമിച്ച് വന്നു. एक साथ आ गया। അതിന്റെ അർത്ഥം उसका अर्थ यही है, അതിന്റെ അർത്ഥം उसका अर्थ है ഇനിയും ആ ശരീരത്തിൽ ബ്ലഡ് ഇല്ല. अब उस शरीर में खून नहीं है। അതിന്റെ അർത്ഥം उसका अर्थ, നിനക്ക് വേണ്ടി കൊടുക്കേണ്ടതും കൊടുത്തു കഴിഞ്ഞു. तेरे लिए जो देना था वो पूरा लहू भी दे दिया। Amen. ചെയ്യേണ്ടത് ചെയ്തു തീർത്തു. जो करना था उसे करके पूरा कर दिया। കൊടുക്കേണ്ടത് കൊടുത്തു തീർത്തു. जो देना था वो देकर पूरा कर दिया। ചെയ്യേണ്ടത് ചെയ്തു തീർത്തു. जो करना था उसे करके पूरा कर दिया। കൊടുക്കേണ്ടത് കൊടുത്തു തീർത്തു. जो देना था वो देकर पूरा कर दिया। Can I tell one secret to you, Jabalpur? जबलपुर, क्या मैं आपसे एक रहस्य बता दूं? Now you are not a slave. ഇപ്പോൾ നീ അടിമയല്ല. अब तू अधीनता में, दासत्व में नहीं है। Now you are a child of God. अब तू परमेश्वर की संतान है। हालेलुया। Can I go little more deeper? मैं थोड़े और गहराई में जाऊं। ഏദൻ തോട്ടത്തിൽ अदन की बारी में ആദാമിന്റെ आदम के വാരിയലിൽ ഒന്നെടുത്തിട്ട് और पसली में से एक निकालकर ഹവ്വയെ സൃഷ്ടിച്ചു. हव्वा को बना दिया। ആദ്യത്തെ ആദാമിന്റെ വാരിയിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചു. पहले आदम की पसली लेकर हव्वा को बनाया। ഒടുക്കത്തെ ആദാമായ ക്രിസ്തു अंतिम आदम मसीह അവന്റെ വിലാപ്പുറത്തുനിന്ന് സഭ പുറത്തു വന്നു. उसके पंजर में से कलीसिया बाहर निकल आई। Amen. वाकम फाइडे अराइदे बनशिया दला
उराबाना बड़ा बहुशे प्रबजा Oh. अडल खमाइना दोटा दादा Hallelujah. ताली बजा के जोर से हालेलुया। Hallelujah. That is a church of God. और यही परमेश्वर की कलीसिया है। എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. पास्टर के 3 बच्चे हैं। എന്റെ വൈഫ് പ്രസവിച്ചപ്പോൾ पास्टर की पत्नी ने जब बच्चे को जन्म दिया പ്രസവിക്കുമ്പോൾ और जब जन्म देते हैं പ്രസവം നടക്കുമ്പോൾ और जब प्रसव होता है ഗർഭപാത്രത്തിൽ നിന്ന് गर्भपात्र में से വെള്ളവും രക്തവും പുറപ്പെടും. पानी और लहू बाहर निकलता है। Yes. Come on. अबाई खमानिया उड़ाला സഭ बलियाला ചർച്ച് ജനിച്ചപ്പോൾ कलीसिया जब पैदा हुई സഭ ജനിച്ചപ്പോൾ कलीसिया जब पैदा हुई രക്തവും രക്തവും പുറത്തു വന്നു. पानी और लहू बाहर आ गया In the name of Jesus. यीशु के नाम से रुबाना बैठा लिखे जे दाइने मंत्र विराना ओ हालेलुया Hallelujah. हालेलुया। Hallelujah. Can I go little more deeper? मैं थोड़ी और गहराई में जाऊं। കൈയും വിലാപ്പുറവും കാണിച്ചപ്പോൾ हाथ और इस पंजर को जब दिखाया അവിടെ ഒരാളില്ലായിരുന്നു. वहां पर एक व्यक्ति नहीं था। ആരാന്നറിയാമോ? कौन मालूम है? അവിടെ ആരാ ഇല്ലായിരുന്നത്? ആരാന്നറിയാമോ? वहां पर कौन नहीं था मालूम? Everybody say അപ്പോസ്തലൻ തോമസ്. बोलिए प्रेरित थोमा। അപ്പോസ്തലനായ തോമസ്. प्रेरित थोमा। അപ്പോസ്തലനായ തോമസ് ആരാണ്? प्रेरित थोमा कौन है? ഇന്ത്യയിൽ വന്ന അപ്പോസ്തലൻ. भारत में आया हुआ प्रेरित। യേശു വന്നു. यीशु आया 7 ദിവസം കഴിഞ്ഞിട്ട് 7 दिन के बाद തോമസിനോട് പറഞ്ഞു, थोमस से कहा, ഇങ്ങ വരാൻ പറഞ്ഞു. थोमा से कहा यहाँ आओ, എന്നെ തൊട്ടു നോക്കാൻ പറഞ്ഞു. मुझे छूकर देखो। തൊട്ടു थोमा ने छुआ, തൊട്ടു. छुआ ഈ വിലാപ്പുറത്തിന്റെ അടുത്തിരിക്കുന്ന അവയവമാണ് ഹാർട്ട്. और ये पंजर के पास ही वो दिल है। യെസ്. हाँ कि नहीं? ഹാർട്ട് എങ്ങനെ ഇടിക്കുന്നേ? दिल कैसे धड़कता है? धक 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 धक। വിലാപ്പുറത്തേക്ക് തോമസ് കൈവച്ചപ്പോ और जैसे ही उस पंजर में थोमा ने हाथ रखा, ദിസ് ഈസ് മൈ ഇമാജിനേഷൻ. ഓക്കെ. ये मेरे विचार है, ठीक है? ഇന്ത്യ ഇന്ത്യ भारत इंडिया भारत इंडिया भारत इंडिया भारत 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 डबा मामा शायदे। ओ ഇറ്റ് മീൻസ് അതിന്റെ അർത്ഥം इसका अर्थ ये है ഭാരതം भारत ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നു. ईश्वर के हृदय से जुड़ा हुआ है। Can I tell a prophesy? क्या मैं भविष्यवाणी करूं? ഇന്ത്യയുടെ മധ്യസ്ഥലത്തു നിന്ന് और भारत के मध्य प्रदेश में खड़े होकर അഭിഷക്തന്മാർ എഴുന്നേൽക്കാൻ പോകുക. अभिषिक्त खड़े होने जा रहे हैं। അഭിഷക്തന്മാർ എഴുന്നേൽക്കാൻ പോകുക. अभिषिक्त खड़े होने जा रहे हैं। Come on, come on, clap your hands and praise him. ताली बजाकर परमेश्वर को महिमा दे। रमचना पौड़ी वांदले प्रबाधाया। ഈ മീറ്റിംഗ് ചുമ്മാതെ വെച്ചതല്ല. ये मीटिंग ऐसा ही नहीं रखा गया है। ഈ മീറ്റിംഗിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. इस मीटिंग के अंदर परमेश्वर की एक योजना है। I am prophesying to ജബൽപൂർ. मैं भविष्यवाणी करता हूँ जबलपुर ഈ के लिए। മീറ്റിംഗിന് ശേഷം इस सभा के पश्चात അസാധാരണമായ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ എഴുന്നേൽക്കാൻ പോകുക. असाधारण परमेश्वर के लिए इस्तेमाल किए जाने वाले लोग खड़े होंगे। Amen. आमीन। Amen. ഇന്ത്യക്ക് യേശുവിനോട് അത്ര ഇഷ്ടമാണ്. क्या इंडिया को यीशु इतना पसंद करता है? യെസ്. हाँ। 1901 और सन 1991 में അസൂസയിൽ പെന്തക്കോസ് ഉണർവ് നടക്കുമ്പോൾ असूसा में जब पेंतिकोस बेदारी आई, ഇവിടെ അടുത്ത് यहाँ पर पास में, ഇവിടെ അടുത്ത് यहाँ पर पास में പൂനെയിൽ पूना में മുക്തി മിഷനിൽ मुक्ति मिशन में പണ്ഡിത രമാഭായി पंडित रमाबाई ഒരു ലേഡി एक बहन ഒരു 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 ഓർഫനേജ് നടത്തുകയാണ്. और एक अनाथालय चला रही है। ആ കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയാൻ वो തുടങ്ങി. बच्चे अन्य भाषा बोलना शुरू कर दिए। ഇന്ത്യയിൽ ആദ്യമായിട്ട് और भारत में पहली बार അമേരിക്കയിൽ എന്ത് സംഭവിച്ചു? अमेरिका में जो हुआ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല.
उन दिनों में सोशल मीडिया WhatsApp ഇല്ല. व्हाट्सएप नहीं था, നോ വീഡിയോ നോ ടിവി. कोई भी वीडियो नहीं, कोई टीवी नहीं, എന്നാൽ അവിടെ സംഭവിച്ചത് लेकिन वहां जो हुआ ഭാരതത്തിൽ നടന്നു. भारत में हुआ। അതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, इसलिए मैं भविष्यवाणी करता हूं, അസാധാരണമായ ഒരു ഉണർവ് ഭാരതത്തിൽ നടക്കാൻ പോകുന്നു. असाधारण एक बेदारी भारत में होने जा रही है। Amen. ഹല്ലേലൂയ. हालेलुया। ചെയ്യാനുള്ളത് ചെയ്തു തീർത്തു, और जो पूरा करना था उसे पूरा कर दिया, കൊടുക്കാനുള്ളത് കൊടുത്തു जो തീർത്തു. देना था वो भी दे दिया। പൊയ്ക്കോ. जाइए, Tell to your neighbor. अपने पड़ोसी से कहें, ചെയ്യാനുള്ളത് ചെയ്തു തീർത്തു, जो करना था उसे करके पूरा किया, കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്തു. जो देना था वो देकर पूरा किया। ഹല്ലേലൂയ. हालेलुया। Hallelujah. Can I tell one more revelation? मैं एक और प्रकाशन बताऊं? Are you ready, जबलपुर? क्या आप तैयार है जबलपुर? ഏദൻ തോട്ടത്തിൽ വെച്ച്, अदन की बारी में, ഏദൻ തോട്ടത്തിൽ വെച്ച് अदन की बारी में പാപവും पाप, ശാപവും श्राप, രോഗവും बीमारी, ദാരിദ്ര്യവും दरिद्रता, മരണവും मृत्यु ലോകത്തിൽ പ്രവേശിച്ചു. और संसार में प्रवेश कर गया। Yes or no? हाँ कि नहीं? Yes. Yes or no? हाँ कि नहीं? Yes. എന്നാൽ लेकिन ഒന്നാമത്തെ ആദാമിലൂടെ पहले आदम के द्वारा അത് വന്നെങ്കിൽ यदि वो आया तो ഒടുക്കത്തെ ആദാമായ ക്രിസ്തു अंतिम आदम जो यीशु मसीह है, അരിമത്യക്കാരൻ യോസഫിന്റെ തോട്ടത്തിൽ വെച്ച് അതിന്റെ ഫിനിഷ് ചെയ്തു. अरमतिया यूसुफ के उस बागीचे में उस काम को उसने पूरा कर दिया। ഏദൻ വേട്ടത്തിൽ വെച്ച് തുടങ്ങിയതിനെ आदन की बारी में जो शुरू हुआ, ഏദൻ തോട്ടത്തിൽ വെച്ച് തുടങ്ങിയത് आदन की बारी से जब शुरू हुआ, അരിമത്യക്കാരൻ യോസഫിന്റെ തോട്ടത്തിൽ വെച്ച് ദൈവം अरमतिया के തീർത്തു. उस यूसुफ के उस बागीचे में उसने उसे पूरा किया। Hallelujah. हालेलुया। Tell to your neighbor. अपने पड़ोसी से कहें, തോട്ടത്തിൽ വെച്ച് തുടങ്ങിയത് और जो खेत में शुरू हुआ തോട്ടത്തിൽ വെച്ച് वो തീർത്തു. खेत में ही पूरा हुआ। ഫിനിഷ്ഡ് വർക്ക്. बोलिए सारा काम पूरा। എല്ലാം അവൻ ചെയ്തു തീർത്തു. सब कुछ उसने पूरा कर दिया, എല്ലാം അവൻ ചെയ്തു തീർത്തു. सब उसने पूरा कर ഈ दिया। രാത്രിയിൽ അതുകൊണ്ട് സ്വസ്ഥത നിന്റെ മേൽ വെളിപ്പെടാൻ आज പോകുന്നു. की रात्रि इसलिए विश्राम आपके जीवन में प्रकट होने जा रहा है। എത്ര പേർ പറയും ആ സ്വസ്ഥത എന്റെ മേൽ വെളിപ്പെടട്ടെ? कितने लोग कहेंगे कि वो विश्राम मुझ में प्रकट हो जाए? അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. उसके लिए मैं प्रार्थना नहीं करूंगा। ഈ ഒറ്റ അറിവ്, और ये एक ही ज्ञान, ഈ ഒറ്റ അറിവ്, ये एक ही ज्ञान, ജീസസ് ഈസ് യുവർ ലോർഡ്. यीशु मसीह ही तुम्हारा प्रभु है। Amen. ഇന്ന് രാത്രിയിൽ आज की रात्रि പാസ്റ്റർ ലെനിൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. पास्टर लेनिन आपके साथ नहीं പാസ്റ്റർ आएंगे, രവി നിങ്ങളുടെ കൂടെ पास्टर വരുന്നില്ല. रवि आपके साथ नहीं आ रहे हैं, പാസ്റ്റർ നിജു നിങ്ങളുടെ കൂടെ पास्टर വരുന്നില്ല. निजू आपके साथ नहीं आ रहे എന്നാൽ हैं, യേശു നിങ്ങളുടെ കൂടെ വരും. लेकिन यीशु आपके साथ आ रहा है। He is the Lord of your family. वो आपके परिवार का प्रभु है। അവൻ പ്രഭുവായതുകൊണ്ട്, वो प्रभु है इसलिए, അവൻ കർത്താവായതുകൊണ്ട് वो प्रभु है इसलिए നന്മ മാത്രമേ സംഭവിക്കൂ. सिर्फ भलाइयां ही होगी। Amen. ആ കൈകളെ ഉയർത്തിപ്പിടിച്ച്, आइए उस हाथों को ऊपर उठा लें, ആ കണ്ണുകളെ അടച്ചാട്ട് उस आंखों को बंद करें, പറഞ്ഞാട്ടെ, बोलिए, യേശു यीशु എന്റെ കർത്താവായതുകൊണ്ട്. मेरा प्रभु हुआ है इसलिए। Come on, എല്ലാവരും പറയണം. सब बोलिए, सब बोलिए, യേശു यीशु എന്റെ കർത്താവായതുകൊണ്ട്. मेरा प्रभु है प्रभु इसलिए। है इसलिए। എന്റെ കർത്താവ് യേശു ആയതുകൊണ്ട് मेरा प्रभु यीशु है इसलिए। मेरा प्रभु यीशु है इसलिए എന്റെ ലൈഫിൽ मेरे जीवन में मेरे जीवन में നന്മ മാത്രമേ സംഭവിക്കൂ. सिर्फ भलाइयां ही सिर्फ होगी। भलाई ही होंगी। യേശു എന്റെ കർത്താവായതുകൊണ്ട് यीशु मेरा प्रभु है इसलिए। यीशु मेरा प्रभु है इसलिए രോഗം എന്റെ മേൽ വാഴുകയില്ല. बीमार मुझ पर अधिकार नहीं करेगा, बीमार मुझ पर अधिकार नहीं करेगा, ഓ, ശാപം എന്റെ മേൽ വാഴുകയില്ല. श्राप मुझ पर अधिकार नहीं करेगा। श्राप मुझ पर अधिकार नहीं करेगा। ഇപ്പോൾ തന്നെ अभी अभी ആ രോഗത്തെ वो बीमारी को वो बीमारी को ഞാൻ मैं मैं യേശുവിൻ നാമത്തിൽ यीशु के नाम से यीशु के नाम പുറത്താക്കുന്നു. बाहर निकालता हूं, बाहर निकालती हूँ, പുറത്താക്കുന്നു. बाहर निकालता हूं। बाहर निकालती हूँ। ഭയങ്കര ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. भयंकर सामर्थ्य यहाँ पर काम कर रही Receive the है। power of God. परमेश्वर की पवित्र आत्मा की सामर्थ को ग्रहण करें। പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. पवित्र आत्मा को ग्रहण करें। രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ തന്നെ കൈവച്ചിട്ട് आपकी बीमारी के स्थानों पे आप अपने हाथ को खुद रख लें। നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, आप अपने हाथ से कहें, ഏ രോഗമേ, ए बीमारी യേശുവിൻ നാമത്തിൽ यीशु के नाम से പുറത്തു പോകുക. बाहर चली जा, പുറത്തു പോകുക. बाहर चले जा। മുഴകൾ, और गांठ, മുഴകൾ,
गांठ അപ്രത്യക്ഷമാകട്ടെ. और गायब हो जाए, രോഗങ്ങൾ बीमारियां സൗഖ്യമാകട്ടെ. चंगी हो जाए, ഹാർട്ടിന്റെ ബ്ലോക്കുകൾ और हृदय के ब्लॉक സൗഖ്യമാകട്ടെ. चंगे हो जाए। ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. बड़ी चंगाइयां यहाँ पर हो रही ആ है। കൈവച്ച് പറഞ്ഞാട്ടെ, और उस हाथों को रखकर कहे, യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. और मैं अच्छे स्वास्थ्य को ആരോഗ്യത്തെ स्वीकारता हूं, സ്വീകരിക്കുന്നു. अच्छे स्वास्थ्य को स्वीकारता हूं, ബ്ലഡിനകത്തേക്ക് और खून के अंदर, ബ്ലഡിനകത്തേക്ക് खून के अंदर ഇപ്പോൾ अभी സൗഖ്യം വ്യാപരിക്കട്ടെ. चंगाई होने पाए, ബ്ലഡിനകത്ത് खून के अंदर ഇപ്പോൾ अभी സൗഖ്യം चंगाई വ്യാപരിക്കട്ടെ. आने पाए, ശ്വാസം മുട്ടലുകൾ और हर एक सांस की तकलीफ ഇപ്പോൾ अभी സൗഖ്യമാകട്ടെ. चंगी हो जाए। ശാഖതതര പ്രവാസി. रिया माखोले आंथे रशम धनवा। अन्य ഭാഷകളിൽ സ്തുതിക്കാൻ പറ്റുന്ന अन्य ഭാഷകൾ. जो लोग अन्य भाषा में स्तुति कर सकते हैं वो अन्य भाषा में स्तुति करना शुरू करें। रबाला हतुना रिबना हौठे हम थने प्रमाण Worship अबे। you, worship you, और Jesus. परमेश्वर की आराधना करें। रब Worship लगा you, डगा गबाउठी हमसे Jesus. The power रोबा of God जान is डगा moving. बनगा Power of सिया। God is moving. रोबा नगा बाउठे मफलमान गडगा बनगा सिया। Power of God is moving. पवित्र आत्मा की सामर्थ In the name of Jesus, यीशु के नाम से let every sickness come out in the name of हर Jesus. एक बीमारियां यीशु के नाम से छोड़कर चली जाए। Let every sickness come out in the name of हर Jesus. एक बीमारियां यीशु के नाम से निकल जाए। Be healed in the name of Jesus. चंगे हो जाए यीशु के Be नाम से। healed in the name of Jesus. चंगे हो जाए यीशु के नाम से। പരിശുദ്ധാത്മാവ് തൊടുന്നു. पवित्र आत्मा छू रहा है, പരിശുദ്ധാത്മാവ് തൊടുന്നു. पवित्र आत्मा छू रहा है। Receive the healing of और Jesus. प्रभु यीशु मसीह की चंगाई को ग्रहण कर ले। Rabalabasiya ओ, tarabalabalabala. रबलगमनगडगबाउ। Adabana और hadurabalabala. यंथरी Power of रिबलगम। God is moving. और परमेश्वर की सामर्थ यहाँ चलित हो Power रही of है। God is moving. परमेश्वर की सामर्थ यहाँ चलित हो रही है। Sickness must leave right now. और अभी इस समय बीमारियां छोड़कर जा रही हैं In the name of Jesus. यीशु के नाम से। Chakalabasiya. रिबाला हर खमने याम थोरी अधलगडगमन। हालेलुया, हालेलुया, Jesus. हालेलुया, हालेलुया। ഇതിനകത്ത് यहाँ पर ചെവിയുമായി ബന്ധപ്പെട്ട് कान से संबंधित ആദ്യം മുതലേ പരിശുദ്ധാത്മാവ് പറയുകയാണ്. शुरू से ही परमेश्वर का आत्मा कह रहा है। ചെവി കേൾക്കാൻ പറ്റാത്തവർ, और जो लोगों को कान में ठीक से सुनाई नहीं ചെവിയിൽ देता, നിന്ന് പഴുപ്പ് വരുന്നവർ, कान में से जिनके पीप बहता है, ചെവിയുമായി ബുദ്ധിമുട്ടുള്ളവർ, और कानों की तकलीफ वाले, അങ്ങനെ ഉള്ളവരുടെ കൂടെ വന്നവർ ऐसे लोगों के साथ आए लोग ആ വ്യക്തികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. उन व्यक्तियों से खड़े होने के लिए बोले। ഒന്നുകൂടെ പറയാം. एक बार और मैं बताऊंगा। ചെവിക്കകത്ത് പ്രശ്നമുള്ളവർ, जिसके कानों में समस्या है, ചെവി കേൾക്കാൻ വയ്യാത്തവർ, जो कान के सुन नहीं पाते हैं, അവരുടെ കൂടെ വന്നവർ അവരെ എഴുന്നേൽപ്പിച്ചാട്ടെ. जो उनके साथ ऐसे लोगों के आए हैं वो उन्हें उन स्थानों पे खड़ा करवा दें। ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത് बड़ी വ്യാപരിക്കും. चंगाइयां हो रही हैं यहाँ, ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത്. बड़ी चंगाइयां। നമ്മുടെ 2-3 ലീഡേഴ്സ് ദയവായി അവരുടെ അടുക്കിലേക്ക് ചെന്നാട്ടെ. 2-3 अगुवे कृपा करके उनके पास जाएं। लेलुया, लेलुया। ആ കുഞ്ഞിന് പ്രശ്നം ചെവിയുടെ പ്രശ്നമാണോ? उन बच्चे को क्या कान की समस्या है? ഇപ്പോ യേശു അവനെ സൗഖ്യം. अभी यीशु मसीह उसे चंगा कर रहा है। അവിടെ നിന്നോ. वहीं पर खड़े रहें। ഞാൻ കാണുന്നു യേശുവിന്റെ കൈ ആ കുഞ്ഞിന്റെ മേൽ തൊടുന്നു. मैं देख रहा हूँ यीशु मसीह का हाथ उस बच्चे को छू रहा है। ഇപ്പോൾ ആ കുഞ്ഞ് സൗഖ്യമാകും. अभी वो बच्चा चंगा हो रहा है। लेलुया। Ask them what is the problem. और उससे पूछें क्या समस्या है। Brother, ask them what is the problem. हाँ भाई, पूछें क्या समस्या है। Lay your hand over that people. और उनके ऊपर अपने हाथ को रखें। നിങ്ങൾ തന്നെ കൈ വെച്ചാട്ടെ. आप लोग उनके ऊपर हाथ रख दें। അവരുടെ അടുത്ത് നിൽക്കുന്നവർ ഇപ്പോൾ തന്നെ അവരുടെ മേൽ കൈ വെച്ചാട്ടെ. जो उनके पास खड़े हैं वो उनके ऊपर हाथ रख दे अभी। ഇവിടെ വർഷിപ്പിൽ 1-2 പേർ ദയവായി സ്റ്റേജിൽ और कृपा करके 1-2 लोग आराधना के लिए स्टेज में भी आ जाएं। लेलुया, लेलुया, लेलुया। Jesus.
Hallelujah. ശകറ്റ പ്രഭാചനാസ. Hallelujah. ലീഡേഴ്സ് അവിടെ ഉണ്ടല്ലോ, അവരുടെ കൂടെ ഉണ്ടല്ലോ. अगवे लोग यहाँ पर हैं. യേശുവേ, यीशु ഇപ്പോൾ ഒരു സൗഖ്യമാകാൻ പോവാണ്. अभी वो चंगा होने जा रहा है. എല്ലാവരും നോക്കിക്കോണം, ഇപ്പോൾ ഇവർ സൗഖ്യമാകാൻ പോകും. सब आप देखते हैं इसी समय वो प्रभु ने चंगा कर रहा है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഇപ്പോൾ अभी ആ രോഗാത്മാവ് അഴിയുന്നു. रोग की आत्मा उन्हें छोड़कर जा रही है ചെവി സൗഖ്യമാകുന്നു. और कान चंगे हो रहे हैं അടഞ്ഞ ചെവികൾ തുറക്കുന്നു. और बंद कान अभी खुल रहे हैं. ഞരമ്പിന്റെ പ്രശ്നങ്ങൾ സൗഖ്യമാകുന്നു. नसों की समस्याएं अभी ठीक हो रही है പഴുപ്പ് വരുന്നത് പോലുള്ളത് ഇപ്പോൾ നിൽക്കുന്നു. और जो पीप निकल रहा है वो अभी रुक रहा है. യേശു തൊടുന്നു. यीशु छू रहा है. ഭയങ്കര ശക്തി बड़ी सामर्थ काम कर रही है. താങ്ക് യു ജീസസ്. थैंक यू जीसस. ജീസസ്. रब नगडगा. യു ആർ ഹീൽഡ്. प्रभु आप चंगे हो गए. കരമടിച്ച് യേശുവിനെ ताली നന്ദി പറ. बजाकर यीशु के नाम को महिमा दे. കരമടിച്ച് യേശുവിനെ നന്ദി പറ. ताली बजाकर यीशु को धन्यवाद करें. ആ പ്രാർത്ഥിച്ചവർ തന്നെ അവരെ ചെക്ക് ചെയ്യുക. जिन्होंने प्रार्थना किया वो लोग ही उन्हें जांचें, उनको पता लगाएं. പാസ്റ്റർ റിച്ചാർഡ്സ് पास्टर जाकर वहां जांचें. ചെക്ക് ചെയ്യ. അവർക്ക് എന്തായിരുന്നു പ്രശ്നം, അത് ചെക്ക് ചെയ്യ. उन्हें क्या समस्या थी जाकर जांचें. റിച്ചാർഡ്സ്, പാസ്റ്റർ റിച്ചാർഡ്സ്, पास्टर रिचर्ड ഗോ जाइए उनके पास, उन्हें जांचिए कि क्या समस्या थी. യെല്ലോ ഓറഞ്ച്, ഐ ഡോണ്ട് येलो या ऑरेंज. that's front. हाँ. Yeah, that one. Yes, yes. What color that is? Yellow. Oh. Okay, stand up. अपने स्थान पे खड़े हो जाइए आप. Ask them. पूछिए उनसे पूछिए आप लोग. हालेलुया. Richard, അവളോട് കർത്താവ് പറയുന്നു, प्रभु उनसे कह रहा है, യേശു ഇപ്പോൾ നിന്നെ തൊടുകയാണ്. यीशु अभी आपको छू रहा है. कैंसर. അത് പറയാനാ വന്നേ. मैं वही बोलने आ रहा था. നിന്നെ അവിടെ എഴുന്നേൽപ്പിച്ചത് ഒരു സൗഖ്യം നിന്റെ മേൽ വെളിപ്പെടും. तुझे वहां पर एक चंगाई को प्रकट करने के लिए परमेश्वर ने खड़ा किया है. सामने ले आइए उन्हें. Wait there. बस वहीं Richard, wait there. Okay, ചോദിച്ചോ, അവരോട് ചോദിച്ചോ. आप उनसे पूछिए, आप लोग आपस में पूछिए क्या हुआ, अभी कैसा है. സൗഖ്യമായ चंगाई हुई. സൗഖ്യമായവരാര്? चंगाई हुई. अब खड़े हो जाएं. കം पास आ जाएं. സൗഖ്യമായവർ जो चंगे हो गए वो सामने आ ചെക്ക് जाएं. ചെയ്തായിരുന്നോ? കുഞ്ഞിനെ ചെക്ക് जांच किया उन बच्चों को. जांच किया. സൗഖ്യമായവർ മുമ്പോട്ട് വന്നാട്ടെ. जो चंगे हो गए वो सामने आए. സിസ്റ്റർ, നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ बहन जब आप वहां बैठी थी, നിങ്ങളുടെ മേൽ ഭയങ്കര ശക്തി അടിക്കുന്ന ഞാൻ और आपके ऊपर बड़ी सामर्थ परमेश्वर की उतरते हुए मैं देख रहा था. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ, आपके बाईं तरफ में, ഈ ഭാഗത്തുനിന്ന് താഴോട്ട് इन भाग से नीचे की ओर ഒരു ഇലക്ട്രിസിറ്റി അടിക്കുന്ന ഞാൻ കാണും. एक करंट पास होते हुए मैं देख रहा हूं. ഒരു അത്ഭുതം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കും. आश्चर्य कर्म अभी आपके शरीर में हो रहा है. എല്ലാവരും നോട്ട് ചെയ്തോ, ഇതൊരു ഭയങ്കര സൗഖ്യമാണ്. सब जन इस बात को नोट कर ली, एक बड़ी चंगाई होगी. പാസ്റ്റർ റിച്ചാർഡ്, पास्टर रिचर्ड, lay your hand upon that अपने head. हाथ को उसके ऊपर बढ़ा दीजिए. സിസ്റ്റർ കണ്ണടച്ചോ. बहन आंख बंद कीजिए. ആ രോഗാത്മാവ് ഇപ്പോൾ അഴിയും. रोग की आत्मा भी खुल जाए. Free in the name of Jesus. हर यीशु के അവൾ नाम से. സൗഖ്യമാകുകയാണ്. और चंगे हो जाए. ഓ ഭയങ്കര ശക്തി ओ അടിക്കുന്നു. बड़ी सामर्थ उसमें मार ഭയങ്കര रही ശക്തി है. അടിക്കുന്നു. बड़ी सामर्थ उतर അവൾ रही है. സൗഖ്യമാകുന്നു. वो चंगी हो रही है. എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. मैं अपने शरीर में अनुभव कर रहा ആ हूं. രോഗബന്ധനത്തെ കരിച്ചു മാറ്റുന്ന ശക്തി ഇപ്പോൾ ഇറങ്ങുന്നു. वो बीमारी के बंधन को जलाकर राख करने You वाली are सामर्थ free in the name of Jesus. अब यीशु के नाम से स्वतंत्र हो जाए. നീ സ്വതന്ത്രമായിരിക്കുന്നു. और तू स्वतंत्र हो गई है. നിന്റെ മേൽ ദീർഘായുസ് കർത്താവ് तेरे വെച്ചിരിക്കുന്നു. ऊपर परमेश्वर ने दीर्घायु को दे You दिया are है. healed. आप चंगी हो गई है. കരമടിച്ച്. ताली बजा के. Come on. Hallelujah. Hallelujah. She had pain before, right? यहाँ पर आपका दर्द था. ഇത് വല്ലതും എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ? अभी तक No pain. अभी दर्द नहीं है. ഈ പെയിൻ ഉള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ? क्या इस दर्द की बात आपने मुझसे कहा?
नहीं बोला? എന്നോട് നേരത്തെ क्या സംസാരിച്ചിട്ടുള്ളത് आपने मुझसे पहले बातचीत किया? नहीं। യേശു നിങ്ങളെ തൊട്ട് സൗഖ്യം यीशु ने आपको छूकर चंगा किया है। सब मिलके कहें, കണ്ണോ शैतान ने तुझे तोड़ने की कोशिश की है, എന്നാൽ ഈ തലമുറയിൽ लेकिन इस पीढ़ी में ദൈവം നിന്നെ ഉപയോഗിക്കും परमेश्वर तुझे इस्तेमाल करेगा। നീ പ്രസംഗിക്കും तू प्रचार करेगी, നീ പാട്ടുകൾ പാടും तू गीतों को നീ गाएगी, പ്രവചിക്കും तू भविष्यवाणी करेगी, നിന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ तेरे നടക്കും घर के अंदर आश्चर्य कर्म होंगे, നിന്റെ വീടുമായി ബന്ധപ്പെട്ട് तेरे घर से संबंधित തലയിൽ സൗഖ്യങ്ങൾ നടക്കും और सिर में चंगाइयां होंगी। പിശാചിട്ടത് പോരികൾ സൗഖ്യമാകും शैतान के विरोध चंगे हो रहे हैं। You are free in the name of Jesus. यीशु के नाम से स्वतंत्र हो जाए। The power of God is moving here. और परमेश्वर की सामर्थ्य यहाँ काम कर रही है। Rakalaba sankata. I don't know, somebody is in your family has a मुझे नहीं मालूम, लेकिन कोई है जो आपके परिवार में problem in the head. उसके सिर में समस्या है। Somebody is in your family. कोई है आपके परिवार में, But God is going to heal. लेकिन परमेश्वर उसे चंगा कर रहा है। Shakatati legaba. Lift your both hands. നിന്റെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചു अपने दोनों हाथ को ऊपर कर ले। യേശുവിന്റെ കരം നിന്റെ മേൽ തൊടുക. यीशु का हाथ आपको छू रहा है। Pastor Ravi, पास्टर रवि, Pastor, पास्टर रवि, please come. सिस्टर Robo हालेलुया। Every young people, हर एक जवान लोग, കൊതിയുള്ള ചെറുപ്പക്കാർ, जिनको परमेश्वर के प्रति एक परमेश्वर के लिए एक उत्साह है, एक जोश है, एक ललायत है, वो दौड़ कर passion for the kingdom of God, परमेश्वर के राज्य के लिए जिनके जीवन में पैशन, desire for the gift of Holy Spirit. पवित्र आत्मा के वरदानों की जो चाहत रखते हैं, Holy Spirit is going to fill you with the fire of the Holy Ghost. और पवित्र आत्मा की सामर्थ्य से पवित्र आत्मा आपको भरना चाहता I am है। prophesying over all young people. मैं आपके लिए भविष्यवाणी करता हूँ सारे जवानों के लिए। You all are going to shake India, a nation for Jesus. आप भारत को, राष्ट्रों को हिलाने वाले बनने जा रहे हैं। Lakati prabashia. Compasses. शास्त्र जी आ जाइए आप। Lakati balaba. निगना पौडेयाम थिरी Rikana basia. नशकमान Pastor गडगे। Richard also, please पास्टर come. रिचर्ड भी आ जाएं। Lakati लबना zagana. ठेरा देने बेसे Shamthana rabasia. रमथुरे आजियाना रोढ़े Lakati basia. पूरा भक्ष्याम खोलेयाम भी रिबाला बाबास्याम धनी आहा लेलुया आहा लेलुया आहा लेलुया आहा लेलुया सब मिलके लेलुया എല്ലാ ചെറുപ്പക്കാരും सारे जवान പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളെ തൊടാൻ പോകുകയാണ്. पवित्र आत्मा की अग्नि आपको छूने जा रही है। നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു അഗ്നി ഇപ്പോൾ നിങ്ങളുടെ മേൽ आपके जीवन को उथल पुथल करने वाली एक
पवित्र आत्मा की आग आप ചങ്ങലകൾ പൊട്ടുന്നത് ഞാൻ കാണുന്നു. और जो बेड़ियां टूटते हुए मैं देख रहा हूं, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. परिवार छुटकारा पाते हुए मैं देख തലമുറകൾ रहा हूं, വിടുവിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. संतानों के छुटकारा होते मैं देख रहा हूं। അനിമേഷ് 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 अनिमेश rakata अनिमेश talakala अनिमेश lakati prabhajana. दीवाना है ठियानूर यासे। Your name is Animesh. आपका नाम अनिमेश है। कृपया मगबनयाम थे। നിനക്ക് ആഗ്രഹമുണ്ടോ? आपकी इच्छा है? क्या इच्छा है? Really you have a desire? आपको इच्छा है? ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ നിന്നപ്പോൾ इतने जवान यहाँ पर खड़े हैं, നീ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുക. आप कैमरा पकड़कर खड़े हैं, പക്ഷെ കർത്താവ് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയും. लेकिन प्रभु कहता है मुझे तेरी जरूरत है। आवाज छाए रबना बाबा यामाम पुयांधे। നീ ഫയർ വീഴുന്നത് കാണുന്നവരുടെ ഫോട്ടോ എടുക്കാൻ നിന്ന ആളാണ്. आग गिरने वालों के ऊपर जिनके आग गिर रही, आप फोटो लेने के लिए खड़े हैं। കർത്താവിന്റെ പ്ലാൻ लेकिन प्रभु की योजना ആദ്യം നിന്റെ മേൽ തീയിട്ടെ, पहले आपके ऊपर पवित्र आत्मा की इवड़ा आग में उतारता तीर डाल है, बोगे। और इनके ऊपर वो आग उंडेलने जा रहा है। Close your eyes. अपनी आंख को बंद करें। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से fire in the name. आग उतर जाए। यीशु के नाम Rabakate rebau shakarati. से। Lakati sakara prabhas. हालेलुया Ribakalabas. हालेलुया हालेलुया ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. परमेश्वर की महिमा आपके ऊपर उतरने जा रही है। പുതിയ സീസൺ ചിലരുടെ മേൽ തുറക്കുകയാണ്. ये मौसम आपके ऊपर खुलने जा रहा है। ഞാൻ ഇതിനകത്തുനിന്ന് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്ന मैं इसके बीच में से सेवकों को खड़ा होते हुए देख रहा हूं। Wonderful Holy Spirit of अच्छे God. पवित्र आत्मा Wonderful. हो पवित्र आत्मा, पवित्र आत्मा उतराओ, अभिषेक से इन्हें भर दो। क्या आप तैयार हैं? നീയും പ്രവചിക്കും. और तू भी भविष्यवाणी करेगा। നിങ്ങളിൽ പലരും പ്രവചിക്കും. तुम में से कई लोग भविष्यवाणी करेंगे। നിങ്ങൾക്കൊരു ദാഹമുണ്ടെങ്കിൽ आपको यदि एक प्यास है तो കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് हाथों को ऊंचा कर ले। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ചിലരുടെ മേൽ कुछ लोगों के ऊपर, താങ്ങാൻ കഴിയാത്ത और आप नहीं संभाल पाएंगे ऐसा ഒരു അഭിഷേകം ഇപ്പോൾ ഇറങ്ങുക. एक बड़ा अभिषेक उतरने जा रहा है। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഇപ്പോൾ अभी ഈ ചെറുപ്പക്കാരെ ये जवानों को പുറകോട്ട് വലിക്കുന്ന पीछे खींचने वाली സകല ചങ്ങലകളും हर एक जंजीरें, സകല ചങ്ങലകളും हर एक बेड़ियां I break it in the name of ऐसे Jesus. तोड़ता हूं यीशु के नाम से। ഇപ്പോൾ ഇവർ ഫ്രീ ആകട്ടെ. अभी आप स्वतंत्र हो जाए, ഫ്രീ ആകട്ടെ. स्वतंत्र हो Free जाए, आगट। स्वतंत्र हो जाए, Free आगट। स्वतंत्र हो जाए, Free आगट। स्वतंत्र हो जाए। Fire! आग, आग, आग। ओ शाम धन बड़ी गमने गल खमने റബാല. रुबन बडयम धने। വലിയ അഭിഷേകത്താൽ बड़ा अभिषेक से ഇവർ നിറയുന്നതിനായി സ്തോത്രം. ये भर रहे हैं, इसलिए धन्यवाद। രാജ്യങ്ങളിൽ राज्यों में ഇവർ പ്രയോജനപ്പെടട്ടെ. इस्तेमाल में आने पाए, ഇവരുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. इनके परिवार छुटकारे को प्राप्त ഇവരുടെ करें, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. इनके संतानें छुटकारा प्राप्त करें। യേശുവിൻ നാമത്തിൽ यीशु के नाम से ഇവരുടെ മേൽ ജയം കൽപ്പിക്കുന്നു. इनके ऊपर जय की घोषणा करते രണ്ട് हैं। കരവും അടിച്ച് യേശുവിനെ दोनों हाथों से ताली बजाकर बोले हाले हालेलुया ഊരാബാസിയാ. हालेलुया തകറ്റ പ്രഭാചിയാലാസിയാ. हालेलुया തകറ്റ സകലബാസിയാ. बढ़िया मदे हाले എല്ലാ കൈവശങ്ങൾ हाले हर एक तंत्र मंत्र की शक्तियां, എല്ലാ കൈവശങ്ങൾ हर एक जादू टोने की शक्तियां, എല്ലാ വിച്ച്ക്രാഫ്റ്റ് പോയിസണുകൾ हर एक जादू टोने के वो जहर ഇപ്പോൾ अभी ശരീരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. शरीर में से बाहर निकल आए, ശരീരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. शरीर में से बाहर निकल आए। Come out in the name of Jesus. यीशु के नाम से बाहर निकल आओ, Come out in the name of Jesus. बाहर निकल आओ यीशु के എല്ലാ नाम से। പാമ്പിന്റെ ശക്തികൾ, हर एक सांप की शक्तियां, എല്ലാ പാമ്പിന്റെ हर ശക്തി एक सांप की शक्तियां ഇപ്പോൾ अभी പുറത്തു വരട്ടെ. बाहर आ जाओ, Be free in the name of Jesus. चंगे हो जाओ यीशु के नाम से।